അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, പിതൃതുല്യരായ കാരണവന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു ഏകദിന പഠന ക്യാമ്പിലാണ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൻ്റെ ഒരു ഭാഗം സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ഏകദിന പഠന ക്യാമ്പിൽ നമ്മുടെ യുവാക്കളുമായി അഥവാ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് അല്പസമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാ ജാതിക്കാരും മതക്കാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാലും പൊതുവായി എല്ലാവർക്കും ഒന്നിച്ച് പറയാനുള്ള പൊതു പ്രശ്നങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് എന്താണ് നമ്മുടെ ഇനി വരുന്ന മക്കളുടെ അവസ്ഥ. ഒരു കല്യാണ വീട്ടിൽ ഇതുപോലൊരു 15 ആൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 10 ആളുകൾ ഒരുമിച്ച് കൂടി വട്ടത്തിലിരുന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ, 10 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണയെങ്കിലും വരും എന്താലേന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറ ഈ പോക്ക് പോയാൽ, അതാണ് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അതാണ് അങ്ങാടിയിൽ വയസ്സായ കുറേ ആളുകൾ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നിടയിൽ ഒരു ദിവസം മിനിമം അവരുടെ സംസാരത്തിൽ അവർ പറയുന്ന വാക്കാണ്, നമ്മുടെ മക്കളടക്കം അടുത്തൊരു തലമുറ ഇനി എന്താകും, നമ്മൾക്കൊക്കെ ഒന്ന് പ്രായമായി വരുമ്പോഴേക്കും എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആൺകുട്ടികളുടെ വിഷയത്തിലും പെൺകുട്ടികളുടെ വിഷയത്തിലും യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ ആശങ്കാകുലരാണ്. ഒരു ഖുതുബ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ എന്തെങ്കിലും പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി വരുന്നവരിൽ 10 ആളുണ്ടെങ്കിൽ 4 ആളുടെ പ്രശ്നം ദാമ്പത്യ ജീവിതവും 6 ആളുടെ പ്രശ്നം മക്കളുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും രക്ഷിതാക്കളായ ആളുകൾ തങ്ങളുടെ മക്കളടക്കമുള്ള തലമുറയെക്കുറിച്ച് വല്ലാത്ത വെപ്രാളത്തിലാണ്. അതിന് കാരണമുണ്ട്, നമ്മളിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു 6-7 കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നഗരിയിലോ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലോ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു തോന്നിവാസമോ അധാർമികതയോ വളരെ ആശ്ചര്യത്തോടെ അന്താളിച്ചുകൊണ്ട് വായിച്ചിരുന്ന നമ്മൾ, അന്ന് നമ്മളൊരു 5 കൊല്ലം മുന്നേ 6 കൊല്ലം മുന്നേ പടച്ചോനതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്ന് ആലോചിച്ചിരുന്ന നമ്മൾ അതേ വാർത്ത, അതേ സംഭവം അവനവന്റെ നാട്ടിൽ, അവനവന്റെ അയൽപ്പക്കത്ത്, എന്തിനേറെ അവനവന്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നൈറ്റ് പെട്രോളിംഗ് പോലീസ് നടത്തുകയാണ്. ഒരു വയലിന്റെ സൈഡിൽ, ഓവുപാലത്തിന്റെ സൈഡിൽ 2 ആളുകൾ അവിചാരിതമായി നിൽക്കുന്നത് കണ്ടിട്ട് പോലീസ് വണ്ടി നിർത്തി ചെന്ന് നോക്കുമ്പോൾ 38-40 വയസ്സുള്ള ഒരാളും കൂടെ 16 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനുമാണ്. ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കണ കുട്ടിയാണ്, മുസ്ലിമാണ്. 2 പേരും ഒന്നിച്ചെന്നിട്ട് മദ്യം കുടിക്കാൻ. 40 വയസ്സുകാരൻ പോകട്ടെ, 16കാരൻ എന്താ അറിയോ മാരെ, SSLC കഴിഞ്ഞതിൻ്റെ ആഘോഷമാണ്. മുസ്ലിമാണ്. SSLC കഴിഞ്ഞത് അവൻ ആഘോഷിക്കുന്നത് 40 വയസ്സുള്ള ഒരാളുടെ കൂടെ ഇരുന്നിട്ട് മദ്യം കഴിച്ചിട്ടാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പ്രദേശത്ത്, മലപ്പുറം ജില്ലയിൽ 16 വയസ്സ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി മദ്യം ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കുടിക്കുക എന്ന് പറഞ്ഞാൽ ആശങ്ക തന്നെയാണ്. 19 കൊല്ലം നോക്കി വളർത്തിയ വാപ്പാന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്
എനിക്ക് അയാളെ മതി എന്ന് പറഞ്ഞ് വാപ്പയെ വെല്ലുവിളിച്ച് വീടിൻ്റെ മുകളിൽ പോയി നിങ്ങൾ എനിക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവളിട്ട ചുരിദാറും അവൾ കിടക്കാൻ പോകുന്ന റൂമും അവൾ ഓണാക്കുന്ന ഫാനും അതേ വാപ്പയുടെ ചെലവ് കൊണ്ടാണ് എന്ന് അറിയാത്ത മക്കളായി മാറുകയാണ്. സഹോദരങ്ങളെ, ആശങ്കപ്പെടാൻ മാത്രം ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. രാത്രി 10 മണിക്കും 10:30ക്കും കയറി വരിക, എന്നിട്ട് TV ഓണാക്കുക, രാത്രി 3-3:30 വരെ TV കാണുക. എന്തിനാ മോനെ ഇപ്പൊ കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് അടങ്ങി മിണ്ടാതൊക്കെ ഒന്ന് വാപ്പാനോടോ ഉമ്മാനോടോ ചോദിക്കുക. എന്നിട്ട് 9 മണി വരെ 8 മണി വരെ ആ നാട്ടിലെ ജന്തുജാലങ്ങൾ മുഴുവൻ എഴുന്നേൽക്കുന്ന സമയത്തും കിടന്നുറങ്ങി 8 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോവുക. സഹോദരങ്ങളെ, അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മക്കളെപ്പോലും എന്ത് ചെയ്യണം എന്ന് കഴിയാതെ വെപ്രാളപ്പെട്ടിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബം നമ്മുടെ മുന്നിലുള്ള ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ്. സഹോദരങ്ങൾ, നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ, ഞാൻ എൻ്റെ ക്ലാസ് കൊണ്ട് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ, വലിയ പ്രസംഗമൊന്നുമല്ല. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നു എന്ത്? നമ്മുടെ കുട്ടികൾ നന്നാകണം, നമ്മുടെ യുവാക്കൾ നന്നാകണം, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും വാപ്പിമ്മിയും പറഞ്ഞത് അനുസരിക്കുന്നവരും ഉസ്താദുമാരോടും നാട്ടുകാരോടും ബഹുമാനമുള്ളവരുമായിട്ട് മാറണം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരി, നമ്മുടെ ആഗ്രഹം 100% മുജാഹിദുകളായ വാപ്പാരോടുമാരുടെ പറയണ്, ഞാൻ പുറത്ത് അങ്ങാടിക്കാരോടൊന്നല്ല, മുജാഹിദുകളായ ഉമ്മാരെ വാപ്പാരെ നമ്മൾ മനസ്സറിഞ്ഞ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1-2 കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് അറിയേണ്ടത്, നമ്മുടെ മക്കൾ മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അത് അംഗീകരിച്ചാലേ നടക്കുള്ളൂ. രക്ഷിതാവ്, ഇപ്പം ഞാനൊരു വാപ്പയാണ്, എൻ്റെ കുട്ടി നല്ലവനാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊരു വാപ്പ അംഗീകരിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ കുടുംബത്തെ മാറ്റുള്ളൂ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരാൾ മാറാൻ, ശരി പ്രാർത്ഥന കൊണ്ട് കഴിയില്ല, ഞാൻ മാറാൻ റെഡിയാണ്, പടച്ചോനെ ഞാൻ മാറി, നിന്റെ കുട്ടികളെയും കൂടി മാറ്റണം എന്നയാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു മാറ്റും. സാധാരണ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, നമ്മുടെ വീട്ടിൽ ടാപ്പ് ഇങ്ങനെ തുറക്കുകയാണ്, പൈപ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ പൈപ്പിൽ നിന്ന് മലിനമായ വെള്ളം ഇങ്ങനെ വരുന്നു. നമ്മളിങ്ങനെ നോക്കും, പാത്രത്തിലെടുത്തു അല്ലെങ്കിൽ പാട്ടയിലെടുത്തു മലിനമായ വെള്ളം, നമ്മളിന്ന് വാസനിച്ച് ദുർഗന്ധമാണ്. നമ്മൾ ഒന്ന് പൈപ്പ് തട്ടി നോക്കും, വീണ്ടും അത് തന്നെയാണ് വരുന്നെങ്കിൽ പിന്നെന്താ സുഖങ്ങളെ നമ്മൾ ചെയ്യാന്നറിയോ? നമ്മൾ പിന്നെ പൈപ്പ് തുറക്കൂല, മറിച്ച് നമ്മൾ ടാങ്ക് പോയിട്ട് നോക്കും. കാരണം ടാങ്കിൽ ക്ഷുദ്രജീവികളോ മലിനമായ വസ്തുക്കളോ ഉണ്ടെങ്കിലാണ് അവിടെ നിന്ന് പൈപ്പിലൂടെ മലിനമായ ദുർഗന്ധമുള്ള വെള്ളം വരിക. നമ്മുടെ വീടുകളിൽ പെൻഡുലമുള്ള ചില ക്ലോക്കുകൾ ഉണ്ടാകാറുണ്ട് പഴയ വീടുകളിൽ. അതിൽ ചില സമയത്ത് പെൻഡുലത്തിൻ്റെ ആട്ടം നിൽക്കും. ആ ആട്ടം നമ്മൾ ശരിയാക്കാൻ വേണ്ടി പെൻഡുലം മാത്രമായിട്ട് നമ്മൾ ഏതെങ്കിലും വാച്ച് മെക്കാനിക്കിൻ്റെ അടുക്കലേക്ക് പോയാൽ അവർ പറയും പെൻഡുലം മാത്രം കൊണ്ടുവന്നുകൊണ്ട് പെൻഡുലത്തിൻ്റെ പ്രവർത്തനം ശരിയാവില്ല, മറിച്ച് ക്ലോക്ക് മുഴുവൻ കൊണ്ടുവരണം. സോ ഇത് രണ്ടും പറഞ്ഞെന്തിനറിയോ? നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾക്കിഷ്ടമില്ലാത്ത ചില മലിനജലങ്ങളും ദുസ്വഭാവങ്ങളും മോശത്തരങ്ങളും വരുന്നുണ്ട് എങ്കിൽ ഒരു വേള ടാങ്കായി നിൽക്കുന്ന രക്ഷിതാക്കളായ നമ്മളിൽ നിന്ന് കിട്ടിയതായേക്കാം, ആണെന്നല്ല ആയേക്കാം, പരിശോധിക്കണം. നമ്മുടെ മക്കളുടെ ചില സൽപ്രവർത്തനങ്ങൾ പെൻഡുലം പോലെ അത് നിന്നതിൻ്റെ കാരണം പെൻഡുലത്തിൻ്റെ ആകണമെന്നില്ല, മറിച്ച് ആ ക്ലോക്ക് നന്നായി തീർന്നാൽ ഒരു വേള പെൻഡുലത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും സുഖകരമായി മുന്നോട്ട് പോയേക്കാം. രക്ഷിതാക്കളെ, ഇതിൽ നമ്മൾ മാറാൻ റെഡിയാണ് എന്ന് വന്നാൽ അള്ളാഹു നമ്മുടെ കുടുംബത്തെ മാറ്റാൻ റെഡിയാവും. അവിടെ മറിച്ച് സാധാരണ ഇതേപോലെ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഇരിക്കുകയാണെങ്കിൽ വാപ്പാർ ആദ്യം വന്നെന്താ പറയുമോ? അനുഭവം കൊണ്ടാണ് പറയുന്നത്. വാപ്പാര്, ഞാൻ 10-50 കൊല്ലായി, ഞാൻ ഈ പോക്കേ പോകുള്ളൂ, ഞാൻ മാറണം നിങ്ങൾ പറയുകയാണെങ്കിൽ തൽക്കാലം മാറൂല. സഹോദരങ്ങളെ, ആ വാപ്പാക്ക് എന്തില്ലറിയോ? ആ അമ്മാക്ക് എന്തില്ലറിയോ? അള്ളാഹുവെ എൻ്റെ കുട്ടിയെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവകാശമല്ല സഹോദരങ്ങളെ. കാരണം ഞാൻ മാറാതെ, എൻ്റെ കുടുംബം മാറാതെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പ്രാർത്ഥിക്കേണ്ടതില്ല. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ ഏത് നമ്മുടെ മക്കൾ നന്നാകാനും യുവാക്കൾ നന്നാകാനും അള്ളാഹു പറഞ്ഞ ഒന്നാമത്തത്, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആദ്യം അള്ളാഹിന്റെ ദീൻ അവർക്ക് കൊടുക്കണം. ഫസ്റ്റ്, നിങ്ങൾ നമ്മളെ കുട്ടിയൊക്കെ
അള്ളാഹുവിന്റെ ദീൻ ഒരു വാപ്പിമ്മി കൊടുത്താൽ 80% ശരിയാവും, ബാക്കി 20 അള്ളാഹ് നേരെയാക്കും. ഇനി ഒരു വേള അവൻ പിഴച്ചു പോയി എന്ന് വെക്കുക, പിഴച്ചു പോയി എന്ന് വെക്കുക, തിരിച്ചു വരാനുള്ള മാർഗം അള്ളാഹ് കൊടുക്കും. പക്ഷെ എന്ത് വേണറിയോ, നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനമായി ഫസ്റ്റ് കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ മതം നമ്മുടെ മക്കൾ കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ജുമുഅ 2-ാമത്തെ ആയത്ത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചതിനെ പറ്റി പറയാം. വല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. നമ്മുടെ മക്കളുമായി ബന്ധിപ്പിച്ച് പറയട്ടോ, അള്ളാഹുവിന്റെ ആയത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, ആ ദീൻ പ്രകാരം അവരെ നന്നാക്കി. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ മതം അവർക്ക് മനസ്സിലാകുന്ന ഏറ്റവും നല്ല രൂപത്തിൽ അവർക്കൊരു ഉമ്മയും വാപ്പിയും കൊടുത്തു. നബിന്റെ വാക്ക് നമ്മൾ നമ്മുടെ ഭാഷയ്ക്ക് വരാം കൊടുത്തു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വൈൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവരാരായിരുന്നറിയോ? ഈ മാറിയ യുവാക്കൾ ആരായിരുന്നറിയോ? മക്കള്. അവർ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിരുന്ന മക്കൾ അതേ നാവ് കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കളായി മാറി. അള്ളാഹിന്റെ ഖുർആൻ പറയട്ടോ, ഉമ്മാനോടും വാപ്പാനോടും മോശമായി പെരുമാറിയിരുന്ന മക്കൾ തഹജ്ജുദിൽ പോലും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറി. മറ്റുള്ളവരോട് ഒരു ലജ്ജയുമില്ലാതെ തോന്നിവാസങ്ങൾ വിളിച്ചിരുന്ന മക്കൾ അവനവന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന് സ്തുതി നൽപ്പിക്കുന്ന നല്ല മക്കളായി മാറി. ഖുർആൻ പറയാൻ അതിനെന്താ സുഖങ്ങളെ ഖുർആൻ ചെയ്ത് അള്ളാഹ് എന്താ പറഞ്ഞത്? അവരുടെ ഹൃദയത്തിൽ അള്ളാഹിന്റെ ദീൻ എത്തിച്ചു എന്നുള്ളതാണ്. ദീൻ എത്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അവിടെ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അതല്ലാത്ത ഏത് മാർഗം സ്വീകരിച്ചാലും ഫലമുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ ഒരാളെ കുറിച്ച് പ്രവാചകനാണോ പണ്ഡിതനാണോ എന്ന് ചർച്ചയുണ്ട്. ആരാണത്? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പണ്ഡിതനാണോ പ്രവാചകനാണോ? ശരി, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുണ്ടായിട്ട് 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് ആ ഖുർആനിൽ പണ്ഡിതനാണോ പ്രവാചകനാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഒരു 6-7 ആയത്തിൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്കും മറ്റുള്ളവർക്കും ഓതാൻ വേണ്ടി അള്ളാഹ് എന്തിനു കൊടുത്തു? ശരിക്കും മുജാഹിദുകൾ മനസ്സിലാക്കണം. എന്തിനു കൊടുത്തു? എന്തിനാ കൊടുത്ത്? ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താണെന്നറിയോ? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മകനായി. അതിന് കാരണം അദ്ദേഹത്തിന്റെ പിതാവായി ലുഖ്മാനാണ്. ഉമ്മമാരെ, വാപ്പമാരെ, നമുക്ക് അള്ളാഹ് തൃപ്തിപ്പെട്ട മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഖുർആനിൽ ഇങ്ങനെ അധ്യായം കൊടുത്തറിയോ? നമ്മൾ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ ഒരു വാപ്പി ഒരു ഉമ്മ ആകണമെന്ന് പറയാനാണ്. വഹുവ യഇലുഹു, അദ്ദേഹം തന്റെ മകന് അള്ളാന്റെ ദീൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹു ആയത്തായിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നു. എന്തിനെന്നറിയോ? അതുപോലൊരു വാപ്പയായാൽ അതുപോലൊരു മകൻ ഉണ്ടാകുന്നു പറഞ്ഞുതരാൻ. വഹി ഇറങ്ങണ വീടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. വഹി ഇറങ്ങണ വീടാണ്. ആ വീട്ടിൽ സ്വന്തം മകൾ, സ്വന്തം ബീജത്തിൽ പറന്ന സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിളിക്കുകയാണ്. ഖിത്അത്ത് കബ്ദിയ ഫാത്തിമ സലിനി മിമ്മാലി മാശീതി, മോളെ, വാപ്പാനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യവും അള്ളാഹ് ഹലാലാക്കിയതും വാപ്പാനെ കൊണ്ട് കഴിയണതും ദുനിയാവ് തെന്തും എൻ്റെ മോള് ചോദിച്ചോ, വാപ്പ തരാ. പക്ഷേ അൻഖിദി നഫ്സിക മിനന്നാർ, മോളെ, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം എൻ്റെ കുട്ടി തന്നെ ചെയ്യണം. ഞാൻ എന്തിനാ പറയുന്നത് സുഹൃത്തുക്കളെ? നബി എന്ത് കരുതിയിലറിയോ? ഉമ്മാരെ വാപ്പാരെ എന്ത് കരുതിയിലറിയോ? ദീനിയായ വീടാണല്ലോ, എന്നെ കണ്ടിട്ട് എൻ്റെ കുട്ടികൾ നന്നായിക്കോളും എന്ന് നബി വിചാരിച്ചില്ല. എൻ്റെ വീട്ടിലേക്കാണ് സഹാബാക്കൾ ഫത്വക്ക് വരല്. സ്വാഭാവികമായി ദീനിയായി ചർച്ച നടക്കുന്ന വീട്ടാണ്. അതുകൊണ്ട് വഴിതെറ്റിപ്പോകാൻ സാധ്യതയില്ല എന്ന് നബി വിചാരിച്ചിട്ടില്ല. എൻ്റെ പ്രവാചകന്റെ മകളായ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മകൾക്ക് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നബിയാണല്ലോ, അതുകൊണ്ട് ദീനല്ലാതെ വേറൊന്നും എൻ്റെ കുട്ടി കിട്ടൂല എന്നാ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. മറിച്ച് എന്ത് ചെയ്തരും? മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ കുട്ടിക്ക് ദുനിയാവത്ത് എന്ത് കാര്യം അള്ളാഹ് ഹലാലാക്കി വാപ്പ തരാ. പക്ഷെ ഒന്നുണ്ട്, നരകത്തുനിന്ന് രക്ഷപ്പെടണം എൻ്റെ കുട്ടി തന്നെ ചെയ്യണം. സൽക്കർമ്മം എൻ്റെ കുട്ടി തന്നെ ചെയ്യണം. ഇതെന്തിനല്ല പറഞ്ഞു നരസങ്ങളെ? നല്ല ഒരു ഫാത്തിമ റളിയല്ലാഹു അൻഹ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാണെങ്കിൽ
നമ്മൾ നബി ആകണം. എന്താ നബി ആകണം എന്ന് പറഞ്ഞാൽ നമ്മൾ നബിയുടെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് വരണം. നമ്മൾ നമ്മുടെ ഉമ്മമാർ പ്രവാചകൻ തിരുമേനി സ്വലം പഠിപ്പിച്ച മക്കൾക്ക് ദീനെത്തിക്കുന്ന ഒരു ഉമ്മയാകണം. ഇവിടെ ചെറിയൊരു പിഴവ് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയട്ടോ, പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് എൻ്റെ ഗൗരവം അറിയുന്നില്ല, ശരിക്കറിയുന്നില്ല. സോ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. ഇപ്പം എൻ്റെ മുന്നിലിരിക്കണ എൻ്റെ ഉപ്പമാർ എല്ലാവരും സുബഹിക്ക് പള്ളിയിൽ പോണ ആൾക്കാരാണ്. ഭൂരിപക്ഷവും അല്ല, എല്ലാവരും പോണ ആൾക്കാരാണ്. വാപ്പാരെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പം എൻ്റെ വീട്ടിൽ എന്നെപ്പോലെ സുബഹി ഫർളായ 1-2 ആൺകുട്ടികൾ എൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ കിടന്നുറങ്ങണില്ലേ? ഉണ്ട്. എന്താ വാപ്പാരെ, ഞാൻ ആക്ഷേപിക്കട്ടെ, എന്താ വാപ്പാരെ നമ്മൾ ഓലെ വിളിക്കാത്ത? വാപ്പാരെ ഒരിക്കലും ഞാൻ കുറ്റമായിട്ട് പറഞ്ഞു, എന്താണ് നമ്മൾ അവരെ വിളിക്കാത്തത്? നമ്മൾ എന്തുകൊണ്ടാ പോണ അറിയോ? നമ്മൾ മിമ്പർമെന്ന് കേട്ട് ഖുതുബ, മൻ സല്ല സുബ്ഹ ഫിൽ മസ്ജിദ് ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരെങ്കിലും സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അവന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുക്കും. അവന്റെ കുടുംബം, അവന്റെ കച്ചവടം, അവന്റെ പ്രാർത്ഥന, അവന്റെ മക്കളുടെ വിഷയം അള്ളാഹ് ഏറ്റെടുക്കും. ശരി, എൻ്റെ കുട്ടി വഴിപഴച്ചു പോകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, എങ്കിൽ അവൻ അള്ളാന്റെ സംരക്ഷണം കിട്ടണം. സ്വാഭാവികമായി അവന് സംരക്ഷണം കിട്ടണമെങ്കിൽ അവൻ എവിടേക്ക് വരണം? പള്ളിക്ക് വരണം. രക്ഷിതാക്കളെ, നമ്മൾ പള്ളിക്ക് പോകുമ്പോൾ വഴി പഴക്കാതിരിക്കേണ്ട നമ്മുടെ കുട്ടിയെ നമ്മൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ, നീരോൽപാലത്ത് അവന്റെ കൂട്ടുകാർ മുഴുവൻ ഹാൻഡ്സ് ഉപയോഗിക്കുമ്പോഴും അള്ളാഹു ഒരു പരിധിവരെ നമ്മുടെ കുട്ടിയെ നമ്മൾ കാണാതെ സംരക്ഷിക്കുമായിരുന്നു. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പണ്ട് കളി കഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ പോകുമ്പം സുബഹിക്ക് പള്ളിക്ക് വാപ്പ കൊണ്ടെന്ന മകനെ അള്ളാഹ് ബാക്കി നോക്കും. വഹുവ ഫീ ദിമ്മത്തില്ല. അള്ളാഹു അവന്റെ കാര്യം നോക്കും, അവന്റെ മനസ്സിൽ അള്ളാഹ് തോന്നിപ്പിക്കും. നോക്കിയാ ബാക്കിയുള്ള പോലെ പോലെ അല്ലട്ടോ നിസ്കരിച്ചോന്നെങ്കിൽ സൗകളെ തോന്നിപ്പിക്കും. പക്ഷെ ആ തോന്നിപ്പിക്കണമെങ്കിൽ പള്ളിക്ക് വരണം. ആരാ ഉപ്പമാരെ കൊണ്ടുവരണ്ടേ? നമ്മളല്ലേ. നമ്മൾ കൊണ്ടുവരാതിരുന്നത് കൊണ്ട് എന്തേ സംഭവിച്ചറിയോ? അവൻ വഴിപഴക്കുന്നതിന്റെ കൂട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളായി മാറി. ഉമ്മമാര്, നിങ്ങൾ 5:25 ശരി, നിങ്ങളൊരു 5:45 സുബഹിസ്കരിക്കാൻ നോക്കും. ഉമ്മാരെ, നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അതേ സമയത്ത് നിസ്കരിക്കൽ ഫർളായ പെൺകുട്ടികളെ ഉമ്മാരെ നിങ്ങൾ എന്തേ വിളിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളെ മക്കളെ വിളിക്കണില്ല? നമ്മുടെ കുട്ടി ആകണം. എന്തുകൊണ്ട് അവരെ വിളിക്കണില്ല? ഉമ്മമാരെ വിളിച്ചാൽ നമ്മുടെ കുട്ടി മറ്റുള്ള കുട്ടികളെ പോലെ തോന്നിവാസിനിയായൊരു പെൺകുട്ടിയാകരുത്. അതിനെന്താ വേണ്ടി? അള്ളാഹു അവളെ സഹായിക്കണം. വേണ്ടേ? അതിന് അള്ളാഹ് പറഞ്ഞ കാര്യം എന്താ? ഇൻ തൻസുറുല്ലാഹി അൻസുറുക്കും. അവൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, എൻ്റെ കുട്ടി അള്ളാഹുവിനോട് അടുത്താൽ അള്ളാഹു അവളെ സംരക്ഷിക്കും. സ്കൂള് വിട്ടിട്ട് എല്ലാ കുട്ടികളും ഒന്നിച്ചു പോരുമ്പം അങ്ങാടിയിൽ നിന്ന് ഏതെങ്കിലും ചെക്കന്മാര് കമന്റ് പറയുമ്പം നമ്മുടെ കുട്ടിയെ അള്ളാഹു മാറ്റി നിർത്തും. എപ്പോൾ? അവൾ സുബഹിക്കെഴുന്നേക്കുന്ന മകളാകുമ്പോ. നമ്മൾ അവിടെ എന്താ ചെയ്യണത് നിങ്ങളെ? നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടി മറ്റുള്ളവരോട് കമന്റ് പറയാത്ത, തോന്നിവാസം ചിന്തിക്കാത്ത, അശ്ലീലത പറയാത്ത നല്ല കുട്ടിയായി മാറണം. അതിന് സോങ്ങളെ അള്ളാന്റെ സംരക്ഷണം കിട്ടണം. അള്ളാന്റെ സംരക്ഷണം കിട്ടണമെങ്കിലോ നമ്മൾ അവൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയായി മാറണം. അവിടെ ഉമ്മാരും വാപ്പാരും വിളിക്കൂല സോങ്ങളെ. ഇനി ഞാൻ 2 പേരോടും കുറ്റല്ല, 2 പേരോടും, വാപ്പാരെ ഉമ്മാരെ, 2 മാസത്തെ വെക്കേഷൻ അല്ലേ? അതെ, നമ്മുടെ കുട്ടികൾ ഈ 2 മാസത്തെ വെക്കേഷനിൽ പത്രം ഇടാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ 5:15 വിളിക്കുമല്ലോ. പാലിടാൻ പോകുന്നുണ്ടെങ്കിൽ വിളിക്കുമല്ലോ. അവൻ ഡ്രൈവറാണ്, 4:45 ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമല്ലോ. എന്തേ സോങ്ങളെ? അള്ളാഹു അവനെ നന്നാക്കാന്ന് പറഞ്ഞിട്ട്, പടച്ചോൻ നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട്, അവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് എന്തേ അവനെ വിടാത്തത്? സോങ്ങളെ, മാറേണ്ടത് നമ്മളല്ലേന്ന് നമ്മൾ ആലോചിക്കുക. കുറ്റമല്ല, അല്ല. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളുടെ മക്കളെ, ഞാൻ നമ്മുടെ വിഷയത്തെ ബന്ധിപ്പിച്ച് പറയട്ടോ, നമ്മുടെ മക്കളെ അള്ളാഹു മറ്റുള്ള തോന്നിവാസികളിൽ നിന്ന് ഹിജാബൻ മസ്തൂറ, ഒരു മറയിട്ട് കൊണ്ട് അള്ളാഹ് സംരക്ഷിക്കും. സഹാബാക്കൾ വെച്ച് നബിയെ എപ്പോൾ? പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം അള്ളാഹുവിന്റെ ഖുർആനുമായി അടുക്കുന്ന ഒരാളെ അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷണം നൽകും. ഹറാമോന് കാണാനുള്ള സാഹചര്യം അള്ളാഹ് കുറച്ചെടുക്കും. ഹറാമായ ഫോൺ നമ്പറിലേക്ക് വിളിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുട്ടിയാൾക്ക് അള്ളാഹ് കുറച്ചെടുക്കും. എപ്പെന്നറിയോ നിങ്ങളെ?
അള്ളാന്റെ കിതാബുമായി നമ്മുടെ കുട്ടികൾ ബന്ധപ്പെടുമ്പോ ഞാൻ ചോദിക്കാണ് രക്ഷിതാക്കളെ, എന്റെ മുന്നിലിരിക്കണ എന്റെ പ്രിയപ്പെട്ട വാപ്പാടന്മാരോടും, നമ്മുടെ കുട്ടി അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒരു പേജ് ഓതിയ ദിവസങ്ങൾക്ക് എന്നാ ഓർമ്മയുള്ളത്? എനിക്ക് ഓർമ്മയുണ്ട് സുഹൃത്തുക്കളെ, എന്റെ ചെറുപ്പത്തില് നമ്മുടെ വെല്ലിമ്മയും ഉമ്മയൊക്കെ പറയും, എന്നോടൊക്കെയാണ് ഷാഹിദേ എനിക്ക് യാസീനോ അതാതെ ചോറുണ്ടാവില്ല അറിയും. ചോറല്ലെങ്കിൽ തന്നെ ഉണ്ടാവില്ല, എന്നൊരു ആവേശത്തിന് പറയാണ് യാസീനോ അതാതെ ചോറുണ്ടാവില്ല. എന്നിട്ട് നമ്മളെന്താ സുഹൃത്തുക്കളെ ചെയ്യുക? നമ്മൾ സൂറത്ത് യാസീനിൽ ഒരു 4-5 മുബി ഉണ്ടാവും, 2-3 മുബിയും കട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓതി കൊടുക്കും. നിങ്ങൾ നമ്മളെ മക്കളോട്, നമ്മളെ വിഷയം കേട്ടോ, നമ്മുടെ മക്കളോട് നിങ്ങളൊന്ന് പോയിട്ട് ക്യാമ്പ് കഴിഞ്ഞാലേ, സെൽമത്തെ, ഷക്കീറെ, മുഹമ്മദേ, എടാ എനിക്ക് യാസീനോ അതായത് ചോറുണ്ടാവില്ല പറഞ്ഞോണ്ടി, ഉമ്മ നിങ്ങൾ തരണ്ട, ഞാൻ വിളമ്പി തിന്നുകൊണ്ട് അറിയോ? ഉറപ്പാണ്. എന്തേ കാരണം സുഹൃത്തുക്കളെ? എനിക്ക് കാരണമുണ്ട്. ഇവിടുന്ന് ഉമ്മ അങ്ങനെ ഓതിയിട്ടാ നമ്മളോട് പറഞ്ഞിന്, ഉമ്മ ഓതണ പോലെ ഓതിയാൽ എനിക്ക് ഭക്ഷണം ഉണ്ട്. ഇത് ഉമ്മാക്ക് പണി എന്താ അറിയോ? ഉമ്മ അങ്ങനെ സീരിയലിന് എനിക്ക് ഓതാല്ല, എനിക്ക് വായിക്കാല്ല, ഉമ്മ ഇമ്മക്ക് തിരിയില്ല. ഇമ്മ TV പോകൂല, ഒരൊറ്റ അക്ഷരം ഓതൂല്ല കുട്ടിനോട്. എനിക്ക് വായിക്കാനും ഓതാനുമില്ല. ഞാൻ ഉസ്താദിനോടൊന്ന് പറയട്ടെ, ശരിക്കും ആ കുട്ടിന്റെ മനസ്സെന്താണ്ട് അറിയോ? ഉസ്താദിനോട് പറയല, ഉസ്താദിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാട്ടെ എന്ന്. കാരണം കുട്ടി ഓതാത്തിനാണ് കംപ്ലൈന്റ് പറയണത്. 2-3 ആയത്തോ 5-6 ആയത്തോ നിങ്ങൾ സ്വന്തം കുട്ടിയാളെ മുന്നിൽ നിന്ന് ഓതിയിട്ട്, മോനെ എന്തിനമ്മച്ചി ഓതണെന്നറിയോ? 1 സ്വർഗം കിട്ടാൻ, 2 കുട്ടി ഓതിയാലേ അള്ളാഹുവിന്റെ കുട്ടിനെ സംരക്ഷിക്കട്ടോ, ഹറാമക്ക് പോണീന്ന് അള്ളാഹു തടയിട്ട് നിൽക്കട്ടോ. എന്റെ കുട്ടി ഓതാതെ ഒരു ദിവസം പോലും പുസ്തകം നമ്മളെങ്ങനെയായിരുന്നു? നമുക്ക് പരീക്ഷയ്ക്ക് പോലും വായിക്കുന്നതിന് മുന്നേ വാപ്പ വരും, ഇങ്ങോട്ട് എന്ത് പറയും? മോനെ പരീക്ഷയ്ക്ക് വായിക്കണത് വരെ അള്ളാഹു ഓർമ്മിപ്പിച്ച് തരണമെങ്കിൽ അള്ളാന്റെ കിതാബ് ഒരു പേജെങ്കിലും ഓതിരണം കേട്ടോ പറഞ്ഞ് പഠിപ്പിച്ചോലായതുകൊണ്ടാണ് ഒരു ഏകദിന പഠന ക്യാമ്പിൽ നമ്മൾ വരാൻ കാരണം. നമ്മളെ വാപ്പാരങ്ങനെ വളർത്തിക്കൊണ്ടാണ്. നമ്മളെ കുട്ടികൾ, ഞാൻ 9H എൻ്റെ ഹൈസ്കൂൾ മാഷാണ്, 9H ക്ലാസ് അധ്യാപനാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് വെച്ച്, സ്വന്തം വാപ്പ റമദാൻ മാസത്തിലല്ലാതെ ഖുർആൻ തൊട്ടത് കണ്ടൊരു മക്കൾ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. 3 കുട്ടികൾ നീറ്റു 50 മക്കളിൽ. റമദാനിലല്ലാതെ വാപ്പ ഖുർആൻ തൊട്ട മക്കൾ. അങ്ങനെ ഞങ്ങൾക്ക് റമദാനിലല്ലാതെ ഈ ഖുർആൻ പൊന്തന്നല്ല. വയസ്സായ 4 ആൾക്കാർ പള്ളിന്റെ മൂലക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓല സൈഡിൽ പോയിട്ട് നമ്മൾ എന്താ ദ്രമങ്കാക്ക പോകാനയക്കണ് തോന്നണ്, പൂര ഓത്താണ് അറിയും. നമ്മൾ തൊടൂല. നിങ്ങളെ ശരിക്കും നമ്മൾ ആൺകുട്ടികൾ നിങ്ങൾ ചോദിച്ചു നോക്കി, വാപ്പ ഖുർആൻ ഓതുന്നത് ജീവിതത്തിൽ റമദാനിലല്ലാതെ കണ്ട എത്ര മക്കൾ മുജാഹിദ് കുടുംബത്തിൽ ഉണ്ടാവുന്ന ചോദിച്ചു. ഞങ്ങൾ കുറ്റമല്ല, മറിച്ചെന്താ അറിയോ? നമ്മൾ ഓതുകയും അവരെ ഓദിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഉപകാരം ആർക്കറിയോ? നമ്മുടെ കുട്ടി ഓതിയത് കൊണ്ട് അള്ളാഹു ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അവനെ മാറ്റി നിർത്തുമായിരുന്നു. അവൻ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയി എന്ന് ആശങ്കപ്പെടുകയും ആവലാതിപ്പെടുകയും നല്ലവനാകണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മൾ. ആ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ അള്ള നൽകുന്ന സംരക്ഷണം അവന് കൊടുക്കണില്ല, നമ്മളെ കൊടുക്കണില്ല. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിൽ 2 മാസത്തെ ഇതുപോലുള്ള ഒരു വെക്കേഷൻ ദിവസത്തിൽ അവിടെ ശരിക്ക് നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കേണ്ടത് നിങ്ങളെ 10 ദിവസം 10ഓ 7ഓ ദിവസം എൻ്റെ ഓർമ്മയില്ല, 2 കൊല്ലം മുന്നാണ്. 10ാം ക്ലാസ്സും അതിൻ്റെ മുകളിലുമുള്ള പെൺകുട്ടികൾക്ക് അന്നത്തെ 1700 രൂപ ഫീസ് വെച്ചിട്ട് 7 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ 10, 11, 12 മോൾക്കാണ്, അഥവാ 9 താഴേക്കില്ല. ആ കുട്ടികൾക്ക് നിസ്കാരം എന്നുള്ള വിഷയമാണ് ക്ലാസ് എടുക്കുന്നത്. നിസ്കാരം എന്നുള്ള വിഷയം ക്ലാസ് എടുത്തതിന് ശേഷം എല്ലാവരുടെ കയ്യിൽ നോട്ട് പാഡ്, കാരണം റെസിഡൻഷ്യൽ ക്യാമ്പാണല്ലോ, നോട്ട് പാഡും പേനയുണ്ട്. കുട്ടികളോട് മക്കളെ നിങ്ങൾ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന ഒന്ന് എഴുതുക എന്ന് പറഞ്ഞു. നിങ്ങളെ കുട്ടികൾ പ്രാരംഭ പ്രാർത്ഥന 95 പെൺകുട്ടികളുണ്ട്. 95 പെൺകുട്ടികളിൽ 5 പെൺകുട്ടികൾ പ്രാരംഭ പ്രാർത്ഥന എഴുതി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി കഴിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുതാൻ കഴിയില്ലെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ അറബി എഴുതാൻ പ്രയാസമുള്ളവരുണ്ടാവും, നിങ്ങൾ ചൊല്ലി തന്നാൽ മതി. വജ്ജഹത്തു അല്ലാഹുമ്മ ബാഇദ ബൈന, എന്തെങ്കിലും ആയിക്കോട്ടെ ചൊല്ലി തന്നാൽ മതി. ഇവിടേക്ക് വരാൻ മടിയുണ്ടെങ്കിൽ അവിടുന്ന് ഇരുന്ന് ചൊല്ലി തന്നാൽ മതി, നമുക്ക് അറിയാനാണ്. 90 പെൺകുട്ടികൾ പറഞ്ഞ വാക്കെന്താ അറിയോ? മാഷേ ഫുള്ളായിട്ട് അറിയില്ല. ഞാൻ എൻ്റെ ഉമ്മാരുടെ ബാപ്പാട് ചോദിക്കണം, ഒരു ക്ലാസ്സിനപ്പുറം ചോദിക്കാട്ടോ, എൻ്റെ കുട്ടിക്ക് നിസ്കാരത്തിലെ പ്രാർത്ഥന അറിയില്ല എന്ന് അറിഞ്ഞിട്ട് എങ്ങനെയാ ഉമ്മാരങ്ങൾ ഒരു ദിവസം ഉറങ്ങി? എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയുക? എനിക്കറിയില്ല. എൻ്റെ മകന് വജ്ജഹത്വം അറിയില്ല എന്നറിഞ്ഞാൽ വാപ്പാരെ ഒരു ഉരുള ഭക്ഷണം ഇതിൻ്റെ താഴേക്ക് ഇറങ്ങോ? നാളെ മരിച്ചാൽ
എന്റെ കുട്ടി നാളെ ഒരു വണ്ടി ആക്സിഡന്റ് മരിച്ചാൽ ഉറപ്പല്ലേ വാപ്പാന്നുള്ള നിലക്ക് കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലത്തുൻ റഅയതിഹി, അവനാന്റെ ഉത്തരവാദിത്തത്തെ പറ്റി അല്ലാഹ് ആദ്യം ചോദിക്കുന്നതാ. സോ നിങ്ങളെ ശരിക്ക് കേൾക്കണട്ടോ, എന്നെ മുസ്ലിമായ മുജാഹിദായ എന്നെയും എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന നല്ലവനായ ജോസഫേട്ടനെയും മാധവിക്കുട്ടിയെയും അള്ളാഹു പരലോകത്ത് കൊണ്ടുവരാൻ നോക്കുക. 3 പേരുടെയും മക്കളെ കൊണ്ടുവന്ന് വെച്ചു. ശരിക്കും മനസ്സിലാക്കണം, ഹൈന്ദവ സുഹൃത്തും ക്രൈസ്തവ സുഹൃത്തും മുസ്ലിമായ നമ്മളെ 3 ആളും കൊണ്ടുവന്ന് വെച്ചു, 3 ആളെ മക്കളും വെച്ചു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ജോസഫേട്ടനും മാധവിക്കുട്ടി ഏട്ടത്തിയും പറയുന്ന അതേ മറുപടിയാണ് മുസ്ലിമെങ്കിൽ നമ്മൾ എന്തിനാ സുഖം മുസ്ലിമീങ്ങളായത്? എന്താ ചെയ്തു കൊടുത്ത്? ഭക്ഷണം കൊടുത്തു. ആരാ ചെയ്തു? ജോസഫേട്ടനും മാധവിക്കുട്ടി കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലേ? കല്യാണം കഴിപ്പിച്ചത് കൊടുത്തിട്ടില്ലേ? സ്വത്തിന്റെ ഓഹരി കൊടുത്തിട്ടില്ലേ? വണ്ടിയും വാഹനവും ചുരിദാറും ഭക്ഷണവും വാങ്ങിക്കൊടുത്തില്ലേ? കൊണ്ടുപോയിട്ടുണ്ട്. ടൂർ ഉണ്ടായിട്ടില്ലേ? കൊണ്ടുപോയിട്ടുണ്ട്. പെരുന്നാളിന്റെ ദിവസം അവരുടെ പെരുന്നാൾ ദിവസം കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ പിന്നെന്താ നമ്മളും ജോസഫേട്ടനും മാധവിക്കുട്ടി നമ്മൾ വ്യത്യാസം? എവിടെ വ്യത്യാസം അറിയോ? അള്ളാഹുവേ, ഞാൻ അള്ളാഹുവിന്റെ ദീൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 ആളും കൊടുത്തിട്ടില്ല. അപ്പളാ മുസ്ലിമായ വാപ്പയാകുക, അപ്പളാ മുസ്ലിമായ ഉമ്മയാകുക. അല്ലാതെ ബാക്കിയുള്ള കാര്യം ലോകത്ത് എല്ലാവരും ചെയ്യണതല്ലേ. നമ്മുടെ കുട്ടിക്കത് അറിയില്ല എന്നറിഞ്ഞിട്ട് എങ്ങനെയാ രക്ഷിതാക്കളെ നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത്? എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ, കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആളുകളെക്കാൾ ഒരു ഇരട്ടിണ്ടായിരുന്നു. മുഴുവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നിരന്ന് നിൽക്കാൻ. 3/4 മണിക്കൂർ ക്ലാസ്സും 15 മിനിറ്റ് ആ വിഷയ സംബന്ധിയായി ചോദ്യോത്തരാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ്. 3/4 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് 1-2 കുട്ടികൾ 1-2 കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതിൽ കണ്ണൂർ ജില്ലക്കാരനായ ഒരു കുട്ടിയുടെ ചോദ്യം, രക്ഷിതാക്കളെ, വാപ്പാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അവൻ ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, അവൻ 2 ചോദിച്ചു. സാർ, എനിക്ക് നിങ്ങളോട് 2 കാര്യം ചോദിക്കാൻ. എന്താണ്? അവന്റെ ഭാഷ പറയട്ടെ, അവന്റെ ഭാഷ. മണ്ടയില്ലാത്ത തെങ്ങിന് ആരെങ്കിലും വൃത്തിയാക്കി വളമിട്ട് കൊണ്ടു നടക്കുവോ എന്ന് പറഞ്ഞാൽ, തേങ്ങയില്ല, മുകൾ ഭാഗം ഇടിവാള് തട്ടിയിട്ടോ എന്തെങ്കിലും ബാധിച്ചിട്ട് മുകൾ ഭാഗം പോയിട്ടുണ്ട്, വേറൊരു തെങ്ങിന്റെ ഉടല് മാത്രം, അതിന് 750 ഉറുപ്പ്യ പണിക്കാരന് കൊടുത്തിട്ട് തടം ശരിയാക്കി വളമിട്ട് വെള്ളമിട്ട് സംരക്ഷിച്ച് കൊണ്ടടക്കുവോ? ഇല്ല. എന്തുകൊണ്ട് സാർ? ഉപകാരമില്ല. ഓക്കെ സാർ, എഞ്ചിനില്ലാത്ത വണ്ടി ആരെങ്കിലും പെയിന്റ് അടിച്ചു കൊണ്ടടക്കുവോ? ഇല്ല. എന്തുകൊണ്ട്? ഉപകാരമില്ല. സർ, എങ്കിൽ എൻ്റെ ചോദ്യം, ഉപകാരമില്ലാത്ത വാപ്പാനിമ്മാനും ആരെങ്കിലും സംരക്ഷിക്കുവോ? ചോദ്യാട്ടോ, നമുക്ക് രസമായിട്ട് തോന്നരുത്. അവന്റെ ചോദ്യത്തിന് നിങ്ങളൊന്നും സവങ്ങളെ വാപ്പ നിൽക്കും നിങ്ങൾ മറുപടി പറഞ്ഞാണ്. സർ, നിങ്ങൾ പറഞ്ഞത് കായ്ക്കാത്ത തെങ്ങിന് വളടൂല. കാരണം എന്താ? ഉപകാരമില്ല. ഓടാത്ത എഞ്ചിനില്ലാത്ത വണ്ടിക്ക് പെയിന്റ് അടിച്ചു കൊണ്ട്, കാരണം ഉപകാരമില്ല. എൻ്റെ വാപ്പാക്ക് ശ്വാസം മുട്ടലാണ്, എൻ്റെ ഉമ്മാക്ക് മുട്ടിന്റെ കാലിന് വേദനയാണ്. നിങ്ങൾ ഈ ക്ലാസ് പറഞ്ഞ പോലെ എൻ്റെ വാപ്പാനും ഉമ്മാനും കൊണ്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും വാപ്പാന്റെ ശ്വാസം മുട്ടൽ കൂടും. 550 ഉറുപ്പ്യന്റെ ഗുളിക ഞാൻ വാങ്ങേണ്ടി വരും. എനിക്ക് നഷ്ടാ സർ, എനിക്ക് നഷ്ടാണ്. ഉമ്മയുടെ മുട്ടിന്റെ കാലിന്റെ വേദനയ്ക്ക് വേണ്ടി ഞാൻ കുഴമ്പ് വാങ്ങേണ്ടി വരാൻ. നിങ്ങൾ പറഞ്ഞ പോലെ വാപ്പാനും ഉമ്മാനും ഞങ്ങൾ പോണത്ത് കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾ കടമ നിർവഹിക്കണം എന്ന് പറഞ്ഞല്ലോ. വരുമ്പോഴേക്ക് 300 ഉറുപ്പ്യന്റെ കുഴമ്പ് വാങ്ങാൻ വാപ്പാനിമ്മാൻ ഒരൊറ്റ ദിവസം കൊണ്ടുപോയാൽ 600-700 ഉറുപ്പ്യ എനിക്ക് നഷ്ടാണ്. സർ, എന്ത് ബേസിലാണ് പിന്നെ നിങ്ങൾ സംരക്ഷിക്കണം നോക്കണം എന്ന് പറഞ്ഞ്? രക്ഷിതാക്കളെ ഞാൻ ചോദിക്കാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ കുട്ടിക്ക് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? അവൻ എന്താ കിട്ടാത്തത്? അവൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഉന്നതമായ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ ഉന്നതമായ ബിരുദധാരിയാണ്. നാളല്ല മറ്റന്നാൾ കോഴ്സ് കഴിഞ്ഞാൽ 1 കൊല്ലം കൂടി ഉള്ളൂ, ഫൈനൽ ഇയറാണ്. കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും. 23 വയസ്സുള്ളവൻ. അവന്റെ ഉമ്മാനും വാപ്പാന്റെ വിഷയത്തിൽ അവൻ ചോദിക്കാൻ കാരണം നിറച്ചങ്ങളെ, അവൻ ഒറ്റ കാര്യം അവന് അറിയാത്തുള്ളൂ. എന്താ അറിയോ? പരലോകം, അള്ളാന്റെ ദീൻ. അവന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഞാൻ ഒരിക്കലും ആ കുട്ടിനെ കുറ്റം പറയില്ല. ഇല്ല, അവന് പറഞ്ഞു കൊടുക്കണം, മോനെ, ഒരു പരലോകം ഉണ്ട്, ഒരു സ്വർഗം ഉണ്ട്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹാ മിൻ ദാഫിഅ ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാക അവ്വല മറ. അള്ളാന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അവിടെ സ്വർഗം കിട്ടണമെങ്കിൽ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. ഇനി ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലോ അൽ അബു ഔസത്തു അബ്വാബൽ ജന്ന, ഒരു പിതാവ് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. വാതിലുകളുടെ മധ്യത്തിലുള്ള വാതിൽ വാപ്പയാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഇമ്മ വേണം, കയറണമെങ്കിൽ വാപ്പ വേണം. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് വാപ്പാന്റെ ഇമ്മാന്റെയും
തൃപ്തി കിട്ടിയാലേ പ്രവേശിക്കാൻ പറ്റുമെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നവന് മാത്രമേ ആ സ്വർഗം കൊടുക്കുള്ളൂ. നിങ്ങൾ അപ്പഴാവും പറഞ്ഞ് അതാണല്ലേ കാരണം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ 23 വയസ്സുള്ള അവന് ഏറ്റവും നല്ല സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുത്തു, ഏറ്റവും നല്ല കോഴ്സും തിരഞ്ഞെടുത്തു, അവന് പോകാനും യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു. പക്ഷെ എന്തായിരുന്നു നിങ്ങളെ, അള്ളാന്റെ ദീന് കൊടുത്തില്ല. അതുകൊണ്ട് നമ്മളെന്താ കരുതിയോ അത് സ്നേഹാണ്. അല്ല, അതൊക്കെ കൊടുത്ത രക്ഷിതാക്കെതിരും ചോദിച്ചു, എന്ത് ഞാൻ എന്തിനാ നോക്കേണ്ടത്. ഇവിടെയാണ് മാറ്റം വരേണ്ടി. രക്ഷിതാക്കളായ നമ്മൾ ആത്യന്തികമായി അറിയാം, നമ്മുടെ കുട്ടി നന്നാകണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ ഫലല്ല. പിന്നെയോ അവളുടെയും അവൻ്റെയും മനസ്സിലേക്ക് അള്ളാന്റെ ദീന് കൊടുത്താൽ മാത്രമേ അള്ളാഹ് ബാക്കി ഏറ്റെടുക്കുള്ളൂ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇതിണ്ട്, ഫർള് നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് പുരുഷന്മാർ ചെയ്യേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ജുമാക്ക് പള്ളിയിൽ പോണതിനെ പറ്റിയിട്ടല്ല കേട്ടോ, അല്ല, 5 വക്ത് ജമാഅത്തിന്. ചെറിയ കുട്ടിയായ ഞാൻ ബാങ്ക് കൊടുക്കും, എൻ്റെ അമ്മ ഒളുണ്ടാക്കും. ഒളുവുണ്ടാക്കിയിട്ട് ഉമ്മ എൻ്റെ കയ്യും പിടിച്ചിട്ട് പള്ളിക്ക് നടക്കും. ഉമ്മാന്റെ കൂടെ എനിക്ക് 5 വക്ത് ഉമ്മ നിസ്കരിപ്പിക്കും. ഞാൻ പ്രായപൂർത്തിയാകുന്നത് വരെ ഉമ്മ എന്നെ കൊണ്ടുപോയി. പ്രായപൂർത്തിയായതിനു ശേഷം ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ട് പള്ളിയിൽ പോയി. ഞാൻ ഇന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കാനും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കാനും കാരണം എൻ്റെ ഉമ്മയാണ്. ഉമ്മയാണ്. നമ്മളെ കുട്ടികൾ പറയണ്ടേ. ഞാൻ മമ്പാട് പള്ളിയിലാണ് ഖുത്ബ പറയണ്. ഖുത്ബ കഴിഞ്ഞ് ഒരു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഇടവണ്ണയിലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ 39 വയസ്സുണ്ടാവും. അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെട്ടു. 2-3 ഖുത്ബക്ക് തുടർച്ചയായി വന്നു. പിന്നെ സംസാരം സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് കൂടുതൽ സംസാരിക്കുമല്ലോ. ആ സംസാരം ദീർഘിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മൗലവി, ഞാൻ എന്ത് നിസ്കാരത്തിന് ശേഷം ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നാലും, ചിലപ്പോ നിസ്കാരം കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വരെ വണ്ടിന്നല്ലല്ലോ, ചിലപ്പോൾ അങ്ങനെ സമയം ഉണ്ടാകൂല. ചില സമയങ്ങളിൽ അങ്ങനെ എത്ര ധൃതി വന്നാലും ഞാൻ എൻ്റെ വാപ്പാക്ക് വേണ്ടി ഒറ്റവട്ടം പ്രാർത്ഥിക്കാതെ ഞാൻ നിസ്കരിക്കണോടത്ത് എഴുന്നേക്കലില്ല. എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം പറയട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ ബാംഗ്ലൂരിക്കാണ് പഠിക്കാൻ പോയത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 38-40 വയസ്സാ മൗലവി, നിങ്ങൾക്കറിയാം ഞാൻ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല. വാപ്പ മാസത്തിലേക്ക് കത്ത് എഴുതും. ആ കത്തിൽ വിശേഷങ്ങൾ വെച്ച് അവസാനം ഉണ്ടാവും, മോനെ, വാപ്പ കാണാത്ത ഉമ്മ കാണാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ കുട്ടി പഠിക്കണത്. എല്ലാ തെറ്റുകളും ചിലപ്പോൾ എന്ത് പറ്റിയാലും എൻ്റെ കുട്ടി 5 വക്ത് നിസ്കാരം ഒഴിവാക്കിയാൽ എൻ്റെ കുട്ടി ഇടവണ്ണിക്ക് പിന്നെ വാപ്പാനെ ചോദിച്ചു വരരുത്. ചിലപ്പോൾ വാപ്പാക്ക് അറിയില്ല ഒഴിവാക്കിയത്, പക്ഷെ വാപ്പാന്റെ മനസ്സ് പറഞ്ഞുതരാണ്, 1 വക്ത് ഒഴിവാക്കിയാൽ പിന്നെ ഈ ഇടവണ്ണിക്ക് വരരുത്. സോങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ, ഞങ്ങളെ ഹോസ്റ്റലിൽ അതിശക്തമായ തണുപ്പ്, ബാംഗ്ലൂരിൽ അതിശക്തമായ തണുപ്പ്. ഞാൻ 10ാം ക്ലാസ് അന്നത്തെ കാലാണ്, തയമ്മുമിന്റെ നിയമം അറിയില്ല. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് വെള്ളം ഇങ്ങനെ കയ്യിലെച്ചാൽ തണുത്തിട്ടൊരു പൊള്ളലുണ്ടല്ലോ. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഒളിവുണ്ടാക്കി കമ്പിളിപ്പതപ്പ് ദേഹത്തിട്ട് ഞാൻ നിസ്കരിക്കും. എന്തേ കാരണം അറിയോ, ഞാൻ അള്ളാന്റെ ഒക്കെ കൂലിട്ടാനാന്ന് മൗലവി ഞാൻ പറയണില്ല. എൻ്റെ വാപ്പനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, മോനെ നിസ്കാരം പോയത്, ബാക്കി ഒന്നും എൻ്റെ പഞ്ഞോട് പറഞ്ഞിട്ടില്ല. പിറ്റത്തെ കത്തിൽ വാപ്പുണ്ടാവും എഴുതിന്, മോനെ 1 വക്ത് നിസ്കാരം ഒഴിവായാലും കാഫിറായിട്ടോ, അതുകൊണ്ട് സുബഹി പോകരുത്. ഹൃദയം വരെ ടൂറ് പോകും, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കെ ഞാൻ തോർത്തുമുണ്ട് വിരിച്ചിട്ട് ഗ്രൗണ്ടിന്റെ സൈഡിൽ നിസ്കരിക്കും. അന്നിന്റെ പ്രായം +1 പ്രായമാണ്. ഞാൻ അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണ് മൗലവി, ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷെ എൻ്റെ വാപ്പനോട് ഒറ്റ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നാലും എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ മറക്കൂല. നിങ്ങളെ രക്ഷിതാക്കളെ ഞാൻ ചോദിക്കാട്ടോ, ആക്ഷേപമൊന്നുമില്ല, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചോദിക്കണം, നമ്മളെ മക്കൾ അങ്ങനെ പറയണ്ടേ? അങ്ങനെ ഒരു ആലോചന ചെയ്യാതെ ജനിച്ചൊരു കുട്ടിനെ മുതൽ ഡോക്ടറോ എഞ്ചിനീയർ എന്തായിക്കോട്ടെ നിങ്ങളെ, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്, ഈ കുട്ടി എനിക്ക് സ്വതക്കത്തുൻ ജാരിയയാകണം. ഒരു കുട്ടി ജനിച്ച ഫസ്റ്റ് അതാണ്, ഈ കുട്ടി എനിക്ക് സ്വതക്കത്തുൻ ജാരിയാണ്. 2, ഈ കുട്ടി പരലോകത്ത് എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണം. അവൻ കളക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും കൂലിപ്പണിക്കാരനാണെങ്കിലും ഈ 2 ലക്ഷ്യം കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അവിടെ നമുക്കെന്തോ എനിക്ക് തോന്നുക ഒരു പോരായ്മ വന്നിക്കണോ. നമ്മൾ സ്വയം ആലോചിക്കുക. ഇനിയെങ്കിലും നമ്മൾ ചെയ്യുക. ഇനിയെങ്കിലും പട്ടേൽ താഴത്താണ് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത്, കോഴിക്കോട് പട്ടേൽ താഴത്താണ് താമസിച്ചിരുന്നത്. അവിടെ നമ്മുടെ ഒരു സാംസ്കാരിക നിലയുണ്ട്. അവിടെ ഒരു ഉന്നതനായൊരു നല്ലൊരു
പൗരപ്രമാണി എന്ന് പറഞ്ഞ ഒരാൾ അന്ന് ആൾക്കാർക്കിടയിലൊക്കെ സ്ഥാനപ്പേരുള്ള ഒരാൾ മരണപ്പെട്ടു. അപ്പം അദ്ദേഹം രാഷ്ട്രീയ മതം എല്ലാത്തിലും ആളുകളെ സഹായിക്കുന്ന നല്ലൊരു അറിയപ്പെടുന്ന ഒരാളാണ്. നല്ല ബിസിനസ്സുകാരനാണ്. ശരിക്കും നമ്മുടെ ഭാഷയിൽ കോടിപതി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോടിപതി അത്രയാണ്. അദ്ദേഹത്തിന് 5 മക്കളാണ്. 5ാമത്തെ കുട്ടിയുടെ പ്രായം 35. അതെന്തിനാണ് നിങ്ങളെ? ചെറിയ കുട്ടികളല്ല എന്ന് പറയാനാണ്. ചെറിയ കുട്ടികളല്ല. വാപ്പ മരിച്ചു. പട്ടേൽത്താഴം പള്ളിക്ക് മയ്യത്ത് കൊണ്ടുവന്നു. എല്ലാവരും പള്ളി 2 മിനിറ്റോണ്ട് നിറഞ്ഞു. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കാത്തുക്കാൻ ഹൗലിന്റെ കരയിൽ നിന്ന് 5 മക്കളും 5ാമത്തെ മകന്റെ പ്രായം 35 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കണ ആളുകളുടെ പ്രായമാണ്. 5 മക്കളും ഹൗലിന്റെ കരയിൽ നിന്ന് പോകുന്നില്ല. അങ്ങോട്ട് ചെന്നു നോക്കി, നിങ്ങളെ കാത്തുക്കാണ്, എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അവിടെ, നിങ്ങൾ തുടങ്ങിക്കോളി. അല്ല, നിങ്ങൾ തുടങ്ങണം. കാരണം വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ മൗലവിക്കല്ല അധികാരം, ഖത്തീബിനല്ല അധികാരം, പള്ളിക്ക ദുസ്താനല്ല അധികാരം, മക്കൾക്കാണ് ആദ്യത്തെ അധികാരം. അതുകൊണ്ട് നിങ്ങൾ വരിൻ. അല്ല, നിങ്ങൾ നിസ്കരിക്കൻ. അല്ല, നിങ്ങൾ വരിൻ. മൗലവി ഒന്നും തോന്നരുത്, നിസ്കാരം ഫുള്ള് അറിയില്ല, ചൊല്ലാൻ ഫുള്ള് അറിയില്ല. സോ ഞാൻ ചോദിക്കട്ടോ, നമ്മളെ മക്കളൊന്ന് ആലോചിക്കട്ടോ. സോ നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി, നീരോൽപാലം ഖബർസ്ഥാനം നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മളെ മരിപ്പിച്ചു. അങ്ങനെ തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാലേ മനസ്സൊക്കെ വരുള്ളൂ. നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഖബറടക്കി തിരിച്ചു വരികയാണ്. നമ്മുടെ കുട്ടി നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി. ഈ നാട്ടിലെ മലപ്പുറം ജില്ലയിലെയോ കോഴിക്കോട് ജില്ലയിലെ ജില്ലാ കളക്ടർ മോളുമായി. മണ്ണിൻ്റെ അടിയിൽ കിടക്കണ നമുക്ക് എന്താ വാപ്പാരന്മാരെ മെച്ചങ്ങളെന്ന് പറയും? എന്താ മെച്ചം? ഈ നാട് മുഴുവൻ നമ്മുടെ മക്കളുടെ ഫ്ലെക്സ് ബോർഡ് വന്നു, എല്ലാം ഉണ്ടായി. സോ എന്താ മെച്ചം? എന്തെങ്കിലും ഒരു മെച്ചം പറയും, ഒറ്റ മെച്ചം. എന്റെ മകൻ വലിയ വണ്ടിയിൽ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു. നമുക്ക് മെച്ചുണ്ടാണെങ്കിൽ നിങ്ങളെ ഒറ്റ പ്രാർത്ഥന താഴത്തേക്ക്, പടച്ചോൻ എൻ്റെ വാപ്പാക്കും മാക്കും സ്വർഗം തരണം. അല്ല, നമ്മൾ പഠിപ്പിച്ച ഒരു സൂറത്തെങ്കിലും ഓതണം, നമ്മൾ പഠിപ്പിച്ച പ്രകാരം ഒരു ക്യാമ്പിലെങ്കിലും വരണം. സോ ഞാൻ ചോദിക്കട്ടെ വാപ്പാരെ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങളെ വാപ്പാർക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കണമെങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കണേ, നിങ്ങളെ പപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടണില്ലേ? ഉണ്ട്, കൂലിട്ടില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? അവർ അന്ന് നമ്മളിങ്ങനെ ഒരു ദീനിനോട് ഇഷ്ടമുണ്ടാക്കിയതുകൊണ്ടാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ ആൾക്കാരും പലരും വരാതിരുന്നപ്പോൾ നമ്മൾ വരാൻ കാരണം ബാപ്പിയും തന്ന ദീനോണ്ടാണ്. നമ്മുടെ മക്കൾ ഇതുപോലെ ക്യാമ്പിൽ ഇരിക്കണ്ടേ? എന്നാലേ നമ്മുടെ ഖബറിൽ മെച്ചാകുള്ളൂ. നമ്മുടെ കുട്ടി ജുമഅക്ക് വന്നിക്കണോ എന്നുള്ളൊരു ഹർത്താലിന്റെ ദിവസമെങ്കിലും നമ്മളും നമ്മുടെ കുടുംബം നോക്കുമ്പോൾ എൻ്റെ കുട്ടി ഇതാ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിക്ക് എത്തിക്കണമെന്ന് തിരിഞ്ഞു നോക്കാതെ പറയാൻ വാപ്പാരെ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ദീൻ ഏറ്റവും പ്രധാനമായിട്ട്, ഞാൻ സമയക്കുറവുകൊണ്ട് ചുരുക്കാട്ടോ, ദീൻ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുക. അതിനെന്താ മാർഗം? ഇപ്പം വെക്കേഷൻ ക്ലാസ്സുകൾക്ക് പറഞ്ഞേക്കുക. അപ്പോൾ കുട്ടികളെന്ന് പറയോ, എനിക്കത് താല്പര്യമില്ല. സോങ്ങളെ, നമ്മൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ്, എല്ലാ താല്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർക്ക് ദീന് കിട്ടാതെയായത്. രക്ഷിതാക്കളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, അവർക്ക് ദീന് നമ്മൾ നൽകി കഴിഞ്ഞാൽ അള്ളാഹു വല്ല നന്നാക്കിക്കോളും, ഉറപ്പാണ്. നിങ്ങൾക്കറിയോ, പെരുന്തലെന്താ അഴീക്കോട് അങ്ങാടിക്കൂടെ ഇങ്ങനെ പോകുകയാണ്. ഇങ്ങനെ സാധാരണ ഒരു പ്രോഗ്രാം ഇങ്ങനെ പോകുകയാണ്. ഒരു ബൈക്ക് നിർത്തിയിട്ട് ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു ക്യാമ്പിൽ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തില്ലേ? അതെ, ഞാൻ അന്ന് നിസ്കാരം തുടങ്ങി. സോ ഒരിക്കലും വ്യക്തിപരമായിട്ട് പറയല്ലോ, അന്നാ ഞാൻ നിസ്കാരം തുടങ്ങി, ഇന്ന് വരെ ഞാൻ നിർത്തിയിട്ടില്ല. സോ എന്താ പറഞ്ഞറിയോ, 22 വയസ്സിലൊരു ചെക്കൻ, ഒരു യുവാവ്, നമ്മുടെ കുട്ടി 22ാമത്തെ വയസ്സിൽ ഒരു നിസ്കാരം, അതുവരെ ഒരു നിസ്കാരം പോയിരുന്നു. 22ാമത്തെ വയസ്സിൽ അവൻ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കുട്ടിയായി മാറി. എപ്പെന്നറിയോ? 1 മണിക്കൂർ അവൻ അള്ളാന്റെ ദീന് കിട്ടിയപ്പം, ഒറ്റ മണിക്കൂർ, 1 മണിക്കൂർ. MSMന്റെ റിലീജിയസ് ക്യാമ്പിൽ പങ്കെടുത്തൊരു കുട്ടി പറഞ്ഞതാണ്, എന്റെ ഇത്രാമത്തെ വയസ്സിൽ, എനിക്ക് വയസ്സോർമ്മല്ല, ഇത്രാമത്തെ വയസ്സിൽ റിലീജിയസ് ക്ലാസ്സിൽ നിന്ന് 3/4 മണിക്കൂർ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് കേട്ടിന് ശേഷമാണ് എൻ്റെ വാപ്പാക്കും മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായത്. സഹോദരങ്ങളെ, 18, 19, 20 കൊല്ലം വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ആ രക്ഷിതാക്കൾക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചില്ല. 19 കൊല്ലത്തിനിടയ്ക്ക് ഒറ്റ തവണ പോലും. എന്നാൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ടോ മാറി. എന്തുകൊണ്ടെന്ന് അറിഞ്ഞങ്ങളെ, മാറണം എന്ന് അള്ളാഹുവിന്റെ ആയത്ത് അവന്റെ ഹൃദയത്തേക്ക് വന്നു. ആ ദീനോണ്ട് മാറും. കഞ്ചാവ് വലിക്കുന്നവൻ നിർത്തും. ബാപ്പാക്കും മാക്കും വേണ്ടിയോ പ്രാർത്ഥിക്കും.
നമുക്ക് വേണ്ടിയിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അവൻ വാപ്പാനോടും ഉമ്മാനോടും ദേഷ്യം വന്നാൽ പോലും കയർത്ത് സംസാരിക്കാത്തവനായിട്ട് മാറും. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അവന്റെ വായിൽ നിന്ന് തെറി വരാത്തൊരു കുട്ടിയായിട്ടോ മാറും. എപ്പെന്നറിയോ? ഇതൊക്കെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് എത്തുമ്പം അത് നമ്മൾ കൊടുക്കുക. രണ്ട് പോയിന്റ് പറയുള്ളൂ. ഒന്ന് ഇതാണ്, ദീനെത്തിക്കുക, മക്കൾ നന്നാകും. രണ്ടെന്താ രസങ്ങളെ ശരിക്ക് കേൾക്കണം. രക്ഷിതാക്കളെ, നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഒരു തെറ്റും നമ്മളിൽ നിന്ന് പഠിക്കരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാനൊരു പാപം ചെയ്യാണ്, ഞാൻ വാപ്പയാണ്, ഞാനൊരു പാപം ചെയ്യാണ്, ഞാൻ രഹസ്യമായി ചെയ്യാണ് എങ്കിൽ ഞാനും അള്ളയും തമ്മിലാണ് ബന്ധം. ഞാൻ അത് ഒഴിവാക്കിയിട്ട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നേക്കാം. എന്നാൽ അതേ പാപം എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ചെയ്താൽ മക്കൾ അതേ തെറ്റ് ഏറ്റെടുക്കും. അതിന്റെ ഭവിഷ്യത്ത് എന്താ അറിയോ? ഞാൻ നന്നായാൽ പോലും എൻ്റെ കുട്ടി ആ തെറ്റ് ഉപേക്ഷിക്കണം എന്നില്ല. അല്ലെങ്കിൽ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് നിർത്തുള്ളൂ. ഞാൻ ഒറ്റ ഉദാഹരണം. വാപ്പ ഉമ്മ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒന്നിച്ചിരുന്നിട്ട് അർദ്ധനഗ്നയായ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഡാൻസ്, പാട്ട്, സിനിമ എന്തായിക്കോട്ടെ, വീഡിയോയോ ടാബിലോ ലാപ്ടോപ്പിലോ ടിവിയിലോ ആയിട്ട് നമ്മുടെ മക്കളെ ഇന്ന് കാണുകയാണ്. രക്ഷിതാക്കളെ, 3 മക്കളുടെയും 2 മക്കളുടെയും ബാപ്പയും ഉമ്മയായും നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു വികാരമില്ല. എന്നാൽ 9ാം ക്ലാസ്സിലും +1ലും ഡിഗ്രിക്കും പഠിക്കുന്ന നമ്മുടെ മക്കളെ മനസ്സ് അതല്ല. നിങ്ങൾക്കറിയോ, ഒരു ക്യാമ്പിലെ കുട്ടിയെ നേരിന്ന് പറഞ്ഞ്, മഷങ്ങളി തോന്നിയാസത്തെ പറ്റി പറഞ്ഞല്ലോ, എനിക്ക് സങ്കടം ഉണ്ടായതുകൊണ്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത് ബാപ്പാന്റെ ഉമ്മാന്റെ ഒപ്പം ഇരുന്നിട്ടാണ്. നിങ്ങൾ ആ കുട്ടിന്റെ മനസ്സറിയണം. നമുക്കിത് നിസ്സാരമായിട്ട് തോന്നണം. അല്ല, 3/4 ഭാഗം മറക്കാത്ത ഒരു സ്ത്രീയുടെ ഡാൻസ് ഒരു വാപ്പിയമ്മയും കുട്ടിന്റെ ഒപ്പം ഇരുന്ന് കണ്ടാൽ, രക്ഷിതാക്കളെ നിങ്ങൾക്കറിയോ ആ കുട്ടിന്റെ മനസ്സെന്താ പറയുക? ഇത് അള്ളാഹ് ഹലാലാക്കിയൊന്നും വിചാരിക്കില്ല. പക്ഷെ ഒരു കാര്യം വിചാരിക്കും. എന്താ പറഞ്ഞറിയോ? എൻ്റെ വീട്ടിൽ, എൻ്റെ ഈ വീട്ടിൽ 3/4 നഗ്നയോ അർദ്ധനഗ്നയോ ആയ ഒരു പെണ്ണിന്റെ ഫോട്ടോ, വീഡിയോ, ഓഡിയോ എന്തായിക്കോട്ടെ, നിങ്ങളെ കാണുന്നൊരു സാധനം കാണുന്നതിനോ കണ്ടു നിൽക്കുന്നതിനോ അങ്ങനെയുള്ള മാസിക വാങ്ങുന്നതിനോ എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല. കാരണം എന്താ? ബാപ്പി ഇമ്മി ഒന്നിച്ചിരുന്നിട്ടാ കാണുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. പക്ഷെ മക്കൾക്ക് അങ്ങനെ കിട്ടിയത്, നിങ്ങളെ ആ കുട്ടി സ്വാഭാവികമായി ബാക്കിയുള്ളത് കൂടി പരിപൂർണമായി തോന്നിയാസവൻ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതിന്റെ കുറ്റം നമുക്ക് കിട്ടുമോ ആലോചിക്കുക. മാറ്റം വരുത്താനാണ്, കിട്ടുമോ എന്ന് നമ്മൾ ആലോചിക്കുക. എനിക്ക് അതിനേക്കാൾ അത്ഭുതം എന്താ അറിയോ? പെൺകുട്ടികളൊപ്പം ഇരുന്നിട്ട് സീരിയലാണ് ഉമ്മാരെനിക്ക് അത്ഭുതമാണ്. സ്വന്തം പെൺകുട്ടി സഹോദരന്മാരെ, നിങ്ങൾ എന്താ സീരിയൽ? അവിഹിതം, ഗർഭം, 2ാം കെട്ട്, ഒളിച്ചോട്ടം, അമ്മായിമ്മ മരോള്, അവിടുന്ന് അടി, ഇതിന് പ്രതികാരം. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോണ്ട് ചോറാണ് വിചാരിക്കുമ്പോ അമ്മേ ഓളെ കെട്ടിയാൽ മതി. ഞാൻ കരുതി ആരെയാണ് നോക്കുമ്പോൾ സീരിയലത്തെ കഥ ശരിയല്ല. അമ്മ വിചാരിച്ച മാതിരി വന്നിട്ടില്ല, വളമ്പിത്തരിന് ഉഷാറില്ല, വെച്ച കൂട്ടാനെ പറ്റി വർത്താനല്ല, ഉമ്മാക്ക് ഇങ്ങോട്ട് റാഹത്തില്ല. എന്തേ കാരണം? ഉമ്മ വിചാരിച്ച പോലെ കഥ വന്നിട്ടില്ല. അന്നത്തെ ദിവസം മുഴുവൻ ഉമ്മമാരെ എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളെ പ്രായപൂർത്തിയായ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയിട്ടല്ല, ഞാൻ ഒരു പോയിന്റ് അല്ല പറയണത്. സ്വന്തം പ്രായപൂർത്തിയായ മകളൊപ്പം ഇരുന്നിട്ട് പ്രേമിക്കണതും അവിഹിതത്തിൽ ഒളിച്ചോടുന്നതും തോന്നിവാസങ്ങളും ബാക്കിയുള്ള മുഴുവൻ കാണുക. എന്നിട്ട് മക്കളേറ്റ് ചർച്ച ചെയ്യാം. ഓനോളെ കെട്ടിയാൽ മതിയെന്നില്ലേ, എന്നാ ഒന്നും കൂടിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുക. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാശയം ഉമ്മാരങ്ങൾ കൈമാറുന്നുണ്ട്, നിങ്ങൾക്ക് അത് അറിയണില്ല. എന്താ അറിയോ? ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. ആ കുട്ടികൾ എന്താ അറിയോ? സ്കൂള് വിട്ട് കോളേജ് വിട്ട് വരുമ്പോ ഏതെങ്കിലും ഒരാള് വഴിവക്കിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അത് കേട്ടിട്ട് ഓന്റെ കൂടെ പ്രേമിച്ചിട്ട് പെരീലത് അറിയുമ്പോ ഒന്നാമത്തെ പിന്നെന്താ അറിയോ? ആണുങ്ങൾ തുണി മടക്കുത്തുണിയെക്കാളും വലിയ കുത്തലേക്കാരും മാക്സി മേപ്പെട്ടക്ക് അങ്ങനെ കുത്തിയിട്ട് അറിയും. എനിക്ക് ഈ പഠിപ്പ് എവിടുന്ന് കിട്ടിയതാണ്, നമ്മളെ തറവാട്ടിൽ ഈ സ്വഭാവമല്ല. ഇതൊക്കെ നമ്മൾ എവിടുന്നാണ് ആ കുട്ടി കിട്ടിയത് പറയും? എവിടുന്ന് കിട്ടിയതാണ്? ഓൾ അങ്ങനെ ഒരു കോഴ്സിന് പോയിന്, പ്രേമിക്കാനുള്ള കോഴ്സിന് ഇല്ലല്ലോ. പിന്നെന്തേ? എവിടുന്ന് കിട്ടിയതറിയോ? പ്രേമിച്ച പെൺകുട്ടി അത് ലുക്ക് പോരാന്ന് ഉമ്മാന്റെ അപ്പം സീരിയലിന്റെ കഥാഭിപ്രായം പറഞ്ഞു, അവിടുന്ന് കിട്ടിയതാണ്. അല്ല, നിങ്ങൾ ഒരിക്കലും വിചാരിക്കണം സോങ്ങളെ, അല്ലാന്ന്. നിങ്ങൾ നമ്മളെ മക്കളോട് ചോദിക്കും, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷവും എന്ത് തെറ്റും നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാ, ദീനിയായ സദസ്സ് പോകുമ്പോൾ നന്നായാ മതി എന്നുള്ള സന്ദേശമല്ലാതെ നമ്മുടെ മക്കൾക്കൊരു വാപ്പാനും ഇമ്മാനും കുറിച്ച് ആലോചിക്കുമ്പം ഹറാമ് കാണാത്ത, ഹറാമ് കേൾക്കാത്തൊരു വാപ്പിയമ്മയും
അതേപോലത്തെ ഒരു വാപ്പിയും വ്യായാമം അത് എനിക്കൊന്ന് ആലോചിക്കണ എത്ര മക്കൾ സ്വങ്ങളെ നമ്മളെ കൂട്ടത്തിലുണ്ട്. ആക്ഷേപമല്ലട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇന്റർവെല്ലിന് സിസർ അലിച്ചു പിടിച്ചു. അപ്പം സ്വാഭാവികമായിട്ട് സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സിസർ അലിച്ച് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അധ്യാപകർ വന്നു. സ്വാഭാവികമായിട്ടാണ് ശിക്ഷണത്തിന് വേണ്ടിയുള്ള ശിക്ഷയൊക്കെ നടപ്പാക്കി. അവസാനം എല്ലാം കഴിഞ്ഞൊരു ഞെട്ടിക്കലുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പാണെന്ന് പറയട്ടെ, അതിൽ ഒറ്റ ചെറിയോ നമ്മളെല്ലാം പാടെ പറയാൻ ലാസ്റ്റ് അവസാനം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബാപ്പ. അതിൽ ഒറ്റ ചെറി. എന്തേ ഞാൻ ബാപ്പ വലിച്ചതിൻ്റെ ബാക്കിയാണ് വലിയൻ്റെ തുടങ്ങിയത്. ഓൻ്റെ വാപ്പാനെ അവിടെ കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഓൻ്റെ ഓൻ പറയാണ് ബാപ്പ അങ്ങനെ പറയും. എന്നിട്ട് പറയും ബാപ്പ അങ്ങനെ വന്നിട്ട് പറയും കഴിഞ്ഞിക്കണ്. വാപ്പാക്ക് ഒരൊറ്റ കയ്യുള്ളൂ, സീസറും പാക്കറ്റ് കഴിഞ്ഞിക്കണ്. ബാക്കിയൊന്നും പഞ്ചാര കഴിഞ്ഞ വാപ്പാക്ക് അറിയില്ല, ഒന്നും അറിയില്ല. വാപ്പ കഴിഞ്ഞിക്കണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക? വാപ്പ എന്നും വാങ്ങണ കടയിൽ പോയിട്ട് ഓൻ സീസറും പാക്കറ്റ് വാങ്ങി വരണം. അടുത്ത വാപ്പ കഴിഞ്ഞിക്കണ് പറഞ്ഞാൽ തീപ്പെട്ടി കഴിഞ്ഞിക്കണ് കൊണ്ടുവരണം. ഇതല്ലാത്തൊന്നുമില്ല രക്ഷിതാക്കളെ. അവൻ ആദ്യമായിട്ട് സിസർ വലിച്ച് പഠിച്ച് വാപ്പ വലിച്ചതിൻ്റെ ബാക്കിയാണ്. എന്താ അതിൻ്റെ ഗൗരവം എന്നറിയോ? അത് മാത്രമല്ല എൻ്റെ ഗൗരവം. ഗൗരവം എന്താ അറിയോ? 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സിസർ വലിക്കാൻ തുടങ്ങി. നോർമൽ ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ നോർമൽ 100 കുട്ടികൾ 8ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 3 കുട്ടികളോ 4 കുട്ടികളോ ആണ് 8ാം ക്ലാസ്സിൽ സിസർ വലിക്കാൻ തുടങ്ങുക. നമ്മുടെ കുട്ടികൾ നമ്മൾ വലിച്ചതിൻ്റെ ബാക്കി വലിച്ചു പറഞ്ഞാൽ എന്താ അറിയോ? 100 കുട്ടികൾ നമ്മുടെ കുട്ടികൾ സിസർ വലിക്കുന്ന ഗ്യാങ്ങിലെത്തി. നമ്മൾ അറിഞ്ഞിട്ടില്ല, എത്തി. കാരണം എന്താ അറിയോ? ഇനി ഓന് വലിക്കണമെങ്കിൽ ബാക്കി 97 96 കുട്ടികളപ്പം നടക്കാൻ പറ്റില്ല. കാരണം ഒരു വീട്ടിൽ പോയി പറയും. അപ്പോൾ എന്താ അറിയോ? വലിക്കണ 4 ചെക്കന്മാരെ കൂട്ടത്തിൽ നമ്മളെ കുട്ടിയായി. ആ ഗ്യാങ് എന്താ അറിയോ? 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഹാൻഡ്സ് വെക്കാൻ തുടങ്ങും. 10ാം ക്ലാസ് എത്തുമ്പോൾ അവൻ ബിയർ കുടിക്കാൻ തുടങ്ങും. +1 +2 ഡിഗ്രി എത്തുമ്പോഴേക്കും കുടിക്കാൻ തുടങ്ങും. കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് പറയും എന്താ അറിയോ? ഇത്രയും കാലം എന്നെ നോക്കി നിജ് തന്നതാണിത്. സങ്ങളെ അവൻ കുടിച്ചതിന്റെ തുടക്കം ഇടുന്ന രക്ഷിതാക്കളെ നമ്മൾ അറിയണ്ടേ? നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണം. ഞാൻ രഹസ്യമായി ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ചെയ്യാന്നല്ല, ചെയ്യുകയാണെങ്കിൽ ഞാനും അള്ളയും മാത്രം തീർത്താ മതി. എൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു ഹറാമ് കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പം രക്ഷിതാക്കളെ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾ നമ്മുടെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായിട്ട് പിന്തുടരും. ഉറപ്പാണത്. എല്ലാ വീട്ടിലും ഇപ്പൊ സാധാരണ വീട്ടിലേ ഇങ്ങനെ കൂട്ടോ ഫോൺ ഇങ്ങനെ വല്ല അടിക്കും വാപ്പാന്റെ. വാപ്പ മോളോട് മോളെ അല്ലെ മോനെ ആരാ നോക്കിയ മരുന്നൻ ഷൗക്കത്ത്. ഞാൻ ഇവിടെ എല്ലാറിനോളാ കഴിഞ്ഞില്ലേ എങ്ങനെമാരെ കഴിഞ്ഞില്ലേ നമ്മളെ മക്കളോട് ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. സോങ്ങളെ അതോടുകൂടി നമുക്ക് മനസ്സിലാണില്ല അത്. സോദങ്ങളെ ഇങ്ങനെ ഒരുത്തർ വളരെ ശക്തമായ ചൂടാണ് എനിക്കറിയാം. സ്വാഭാവികമായിട്ട് പ്രയാസം അറിയാം. എങ്കിലും നമുക്കതെല്ലാം നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. 1-2 കാര്യം മാത്രം. അതിൽ നമ്മൾ അവസാനം പറഞ്ഞത് രക്ഷിതാക്കൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അത്ര ഗൗരവത്തിൽ കാണൂല. കളവൊന്നും പറയരുത്. കഴിവിൻ്റെ പരമാവധി ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ അല്ല എന്ന് പറഞ്ഞലാ എന്നൊരു മകനോടോ മകളോടോ പറയുമ്പം ആ കുട്ടിക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്നൊരു സന്ദേശം എന്താ അറിയും? അത്യാവശ്യ ഘട്ടങ്ങളിൽ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ. സോ നമ്മളത് നമ്മൾ എഴുതി കൊടുക്കണ്ട, അത് എഴുതി കൊടുക്കണ്ട, ഒരിക്കലും കൊടുക്കണ്ട. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് വായിച്ചെടുക്കും. ഉമ്മാരങ്ങൾ എങ്ങനെ ലീവ് ലെറ്റർ എഴുതി കൊടുക്കൽ മദ്രസക്ക് എന്ന് പറഞ്ഞാണ്. 2 ദിവസം ഉമ്മാൻ്റെ പേരേക്ക് വിരുന്നാർക്കാൻ പോയി നിങ്ങൾ എന്ത് എഴുതി കൊടുക്കൽ? എൻ്റെ മകൻ എൻ്റെ മകൻ അബ്ദുറഹ്മാൻ, എൻ്റെ മകൾ അഫ്സത്ത് 2 ദിവസം കലശമായ പനിയും തലവേദനയും ആയതുകൊണ്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഓനാ ലീവ് ലെറ്റർ അയച്ചിട്ട് ഓനെന്നെ ചെറിയ വരും. സോളെന്ത് അങ്ങനെ സോളെന്താ അതിൻ്റെ കാരണം അറിയോ? അത്രയും കളവ് നമ്മുടെ മക്കൾക്ക് നമ്മളിലൂടെ കിട്ടുകയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അത് വരുന്നതിൽ നമ്മൾക്കൊരു നിയന്ത്രണം വെക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനമായിട്ടതാണ്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഒരു ഹറാമും അവർ പഠിക്കരുത്. ഒരു ഹറാമും. എന്തുകൊണ്ടാണ്? ഇപ്പൊ സാധാരണ അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒറ്റ കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അവർ മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടത്ത് പ്രധാനമായും 3 ആൾക്കാരോട് സലാം പറയും. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒന്നോ മദ്രസയ്ക്ക് പോകുമ്പോൾ സലാം പറയും, മദ്രസയിൽ നിന്ന് വരുമ്പോൾ സലാം പറയും. 3ാമത്തത് പോകുന്ന വഴിയിൽ അവൻ്റെ ഉസ്താദിനെ കണ്ടാൽ സലാം പറയും. ബാക്കിയുള്ളവർക്ക് പറയട്ടെ, ഞാൻ പ്രധാനമായത് 3 മദ്രസയ്ക്ക് ഉമ്മ ഞാൻ പോകുകയാണ് അസ്സലാമു അലൈക്കും. മദ്രസയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരും. സ്കൂൾക്ക് നമ്മൾ തൽക്കാലം ഒഴിവാക്കാണ്. പോണ വഴിക്കോ ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറയും. മദ്രസ കാലഘട്ടം കഴിഞ്ഞാൽ അഥവാ മദ്രസ പഠിക്കുമ്പോൾ 3 ആൾക്കാരോട് സലാം പറയും. മദ്രസ കാലഘട്ടം കഴിഞ്ഞാൽ അവൻ 1ാമത്തെയും 2ാമത്തെയും സലാം നിർത്തും.
മൂന്നാമത്തെ സലാം മാത്രമാവും. എന്തുകൊണ്ടാണ്? രക്ഷിതാക്കളെ അറിയണം, നമ്മുടെ വിഷയം അതാണ്. എന്തുകൊണ്ടാണ്? ഓ മദ്രസയിൽ പഠിക്കുമ്പോൾ മദ്രസയിൽ നിന്ന് ഓൻ പഠിക്കുന്ന ഉസ്താദ് പഠിപ്പിക്കുന്ന ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം 6 അവ്വലുഹ, ഒന്നാമത്തത് അഫ്ശുസ്സലാമു ബൈനക്കും, പരസ്പരം സലാം പറയലാണ്. സലാം പറഞ്ഞ കൂലിയവൻ പഠിച്ചു. ഒരു ഉണങ്ങിയ വൃക്ഷത്തിലേക്ക് ശക്തമായ കാറ്റടിക്കുമ്പോൾ അതിലെ ഇലകൾ താഴേക്ക് വീഴുന്നത് പോലെ പരസ്പരം സലാം പറയുന്ന ആളുകളുടെ പാപങ്ങളെല്ലാം പുറത്തെടുക്കും. ആദ്യം സലാം പറഞ്ഞുകൊണ്ട് കൂലുണ്ട്, എഴുന്നേറ്റ് നിൽക്കണോ, അങ്ങനെ ഓരോന്നിനും നിയമം പഠിച്ചു. എന്നിട്ട് അവസാനം പഠിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ബർക്കത്തും എനിക്ക് ഉണ്ടാകട്ടെ എന്നാണ്. നിങ്ങളുടെ ഉസ്താദിന്റെ ചോദ്യം, മുഹമ്മദേ ഇങ്ങനെ ഇരിക്കണോട്, മുഹമ്മദേ അപ്പൊ ആദ്യമായിട്ട് ആരൊക്കെ വേണ്ടിയിട്ടാണ് ഖൈറിനും ബർക്കത്തിനും വേണ്ടി തേടേണ്ടത്? അവൻ പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക്. ശരി, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാപ്പാക്കും ഉമ്മാക്കും സലാം പറയണം കേട്ടോ. ഓൻ വീട്ടിലേക്ക് എത്തി, സലാം പറഞ്ഞു തുടങ്ങി. നമ്മളെ അവന്റെ കൂട്ടത്തിൽ മദ്രസയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉസ്താദ് ഉണ്ട്, ആൾക്കാർക്കിടയിൽ സലാം പറയണം. അപ്പോൾ വാപ്പാക്ക് സലാം പറയുന്നു, വീട്ടിൽ കയറുമ്പം, വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ വീട്ടിൽ വീണ്ടും സലാം പറയുന്നു, പുറത്തെത്തുമ്പോൾ ഉസ്താദിനോട് സലാം പറയുന്നു. മദ്രസ കാലം കഴിഞ്ഞു. മദ്രസ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കൂലിയെങ്കിലും ഇന്നേ വരെ അവന്റെ സലാം മടക്കുക എന്നല്ലാതെ ബാപ്പ ഉമ്മാക്കോ ഉമ്മ വാപ്പാക്കോ ജേട്ടൻ വീട്ടിക്ക് വരുമ്പോഴോ പെങ്ങൾ സ്കൂളിട്ട് ഏട്ടത്തി സ്കൂളിട്ട് വരുമ്പോഴോ വീട്ടിൽ സലാം പറയുന്നതായിട്ട് അവന് കാണേയില്ല. ഉമ്മ സലാം പോലെ വാപ്പ വന്ന പിന്നെ വാപ്പാന്റെ സലാം എന്താണ്? വാപ്പാന്റെ സലാം അതാണ്. സകല മുഅ്മിനീങ്ങളിൽ ആണുങ്ങളെ സലാം അതാണ്. ഞാൻ വരുന്നുണ്ട്, ഓഫാക്കണ്ട ഓഫായിക്കോളിൻ, ഓടണ്ടോൽ ഓടിക്കോളിൻ, എനിക്ക് വിരിക്കാനുള്ള വിരിപ്പൊക്കെ വിരിച്ചു വാപ്പാന്റെ സലാം. ഓൻ കാണുന്ന വാപ്പാന്റെ സലാം അതാണ്. ഓൻ ഉമ്മ, ഇതെത്രയും പ്രാധാന്യം പ്രാർത്ഥനയുള്ള കാര്യമാണെങ്കിൽ, കൂലിട്ടുന്ന കാര്യമാണെങ്കിൽ എൻ്റെ ഉമ്മ ചെയ്യണ്ടേ, ഉമ്മ ചെയ്യണോ കാണില്ല, ബാപ്പ ചെയ്യണോ കാണില്ല. അതുകൊണ്ട് അവൻ വീട്ടിലുള്ള സലാം നിർത്തി. പക്ഷേ രക്ഷിതാക്കളെ, അപ്പോഴും അവൻ ഒരാളെ കാണുന്നു. ആരറിയോ? പള്ളിക്കത്ത് ഉസ്താദ് ബാക്കിലോട് സലാം പറയുന്നുണ്ട്. അപ്പോ ഉസ്താദിനുള്ള സലാം നിർത്തിയില്ല. നമ്മൾ ശരിക്കറിയണം എവിടെയാണ് മാറേണ്ടത്, ആരാ മാറേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികള് മദ്രസയ്ക്ക് ഇസ്ലാമിന്റെ വേഷവും മദ്രസ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വേഷം ഒഴിവാക്കണം? എന്തുകൊണ്ടാണ്? ഉമ്മ പള്ളിക്കും ലേണിംഗ് ക്ലാസ്സിനും ജുമാ ഖുതുബക്കൊക്കെ കണ്ട ഫാത്തിമ ബീവിന്റെ ആയിഷ ബീവിന്റെ ഒപ്പം ഉണ്ടാക്കിയത് തോന്നുന്നു. അങ്ങനെ മറച്ചു വരിക. കല്യാണത്തിനും വാർഷികത്തിനും അവനാന്റെ വീട്ടിലത്തെ നോമ്പർക്ക് വരെ കണ്ടാൽ നോക്കിക്കാനും കൂടിയും പറ്റൂല. അപ്പൊ ഒരു കുട്ടിക്ക് മനസ്സിലായി, അത് പറഞ്ഞെടുക്കേണ്ട കുട്ടിക്ക് മനസ്സിലായി. എന്താ അറിയോ? ഉമ്മ എല്ലാ ക്ലാസ്സിനും പോകുന്നുണ്ട്. ഉമ്മ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇസ്ലാമിന്റെ വേഷാണ്. ഉമ്മ സൽക്കാരത്തിനും ടൂറിനും ബാക്കിളിനും ഉമ്മ വേറെ വേഷാണ്. അപ്പൊ ഇത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മനസ്സിലാവുന്നത് ക്ലാസ്സുകൾക്കും ദീനിക്കും മദ്രസയ്ക്കും പള്ളിക്കും ദീനിയായത്. പള്ളിയിലേക്ക് സലഫി മഫ്തട്ട് വരുന്നൊരു പെൺകുട്ടിയുണ്ട്. തഹജ്ജുദ് എന്താ സുന്നത്ത് നിസ്കാരത്തിൽ സുജൂദ് കിടന്നാണ് നീക്കൂല. ഓളെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോഴാണ് ജീൻസും ടീഷർട്ടും ഇട്ട് ഇങ്ങനെ പോണ്. പള്ളിക്ക് സലഫി മഫ്തട്ടിട്ടാ വരാൻ. ആ കുട്ടിക്ക് അത് ആരാ പഠിപ്പിച്ചു കൊടുത്ത്? രക്ഷിതാക്കൾ ഇത് ശരിക്കും നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലൊരു മാറ്റം ധാർമ്മികമായി ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ മക്കൾ നമ്മൾ വഴിതെറ്റുന്നതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പാണ്. നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ചെരുപ്പ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടാണ്, ഇങ്ങനെ കൂട്ടിയിട്ടു. ഇങ്ങോട്ട് നമ്മൾ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട് വന്നിട്ട് ഇതിന്ന് എടുക്കാൻ പറഞ്ഞോണ്ടി ഒറ്റ മിനിറ്റ് വേണ്ട, ഓൻ ചെരുപ്പ് എടുക്കും. പാപ്പാന്റെ ഉമ്മാന്റെ നമ്മളോട് നിൽക്കാൻ പറഞ്ഞോണ്ട് നമ്മളിങ്ങനെ തുണ കിട്ടിയില്ലാറും. തുണ നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ, ഒന്നും പിടിച്ചിങ്ങനെ വരും. തുണ ഇട്ടിയില്ലാറുണ്ട്. എന്തുകൊണ്ടാ 2ാം ക്ലാസ്സിലെ കുട്ടി നമ്മുടെ ചെരുപ്പ് കാണുന്നത്? എന്തുകൊണ്ടറിയോ? അത്രയും സൂക്ഷ്മമായി വാപ്പാന്റെ വാക്ക്, വാപ്പാന്റെ ഫോൺ കോൾ, ഉമ്മ കാണുന്നത്, ഉമ്മ നിസ്കരിക്കണത് മുഴുവൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂലി? നമ്മൾ ഫർദ് നിസ്കാരം 27 ഇരട്ടി പറഞ്ഞില്ലേ? സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കണോ 25 ഇരട്ടിയാ കൂലി. സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി വീട്ടിൽ നിന്ന് വെച്ച് നിസ്കരിക്കണേന്. ശരി, എന്തിനാ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം? പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ആക്കാൻ പറയാൻ കാരണം 2 കാരണം. ഒന്ന്, ലാ തജ്അലു ബുയൂതൻ ഖുബൂറ, നിങ്ങളുടെ വീട് ഖബർസ്ഥാൻ പോലെയാക്കരുത്. 2, നമ്മുടെ മക്കൾ നമ്മുടെ നിസ്കാരം കണ്ട് പഠിക്കാൻ. അഥവാ വാപ്പിമ്യോനെ നിർത്തണമെന്നില്ല. ചെറിയ കുട്ടി നമ്മുടെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി, അവൻ കണ്ടാ മതി, അവൻ ബാക്കി ചെയ്തോളും. പറഞ്ഞത് 2ാമത്തെ തൽക്കാലം അവസാനിപ്പിക്കാണ്. നമ്മളിൽ നമ്മുടെ കുട്ടികൾക്ക് നന്മ മാത്രം കിട്ടണം.
നമ്മളിൽ നിന്ന് അവർ പാപം പഠിക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീട്ടിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ നമ്മൾ സാധാരണ പറയില്ല, 2 കുട്ടികൾ സ്കൂളിൽ നിന്ന് പോവുകയാണ്, അല്ല സ്കൂൾക്ക് പോവുകയാണ്. ഇപ്പൊ 2 ഇങ്ങനെ കൈയൊക്കെ തോളത്തിട്ട് കമ്പനി ആയതുകൊണ്ട് ഭയങ്കര ഉത്സാഹം. നമ്മൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ കൊണ്ടാണല്ലേ, കമ്പനി ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ 2 കുട്ടികൾ സ്കൂളിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഒരാൾ മറ്റൊരു ചെരുപ്പെടുത്ത് എറിയണ്, വീണ്ട് പെരുഞ്ചി തങ്ങട്ട്. അപ്പോൾ അയലോക്കക്കാരനായ ഒരാൾ ചോദിച്ചു, അല്ല മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര കമ്പനി ചെയ്യുന്നല്ലോ, ഇങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര കച്ചറയാണല്ലോ. അതിൽ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒറിജിനൽ ചങ്ങായിമാരെ കളിക്കാൻ, ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ബാപ്പിമ്മയായിട്ട് കളിക്കുകയാണ്. കാരണം ഓൻ കാണുന്ന ബാപ്പിമ്മ എങ്ങനെയാണ്, ഉറപ്പാണ് ഓൻ കാണുന്ന ബാപ്പിമ്മ എങ്ങനെയാണ്. എന്നോട് ഞാൻ പൊരിക്കാൻ പറഞ്ഞിട്ട് ഇജ്ജ് പൊരിക്കൂലല്ലടി, ഒച്ച കച്ചറ. നിങ്ങൾക്ക് ഇങ്ങോട്ട് മാത്രം ഉണ്ടാണ്, അയലോക്കത്ത് എത്ര ആൾക്കാർ, നിങ്ങൾ ഓരോടൊന്നും കച്ചറ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടേക്കാണ് വന്നാൽ കാണാം കച്ചറ. അതുകൊണ്ടോ +2 പഠിക്കുന്ന കുട്ടികളുടെ നിങ്ങൾ കല്യാണം വേണമെന്ന് വെച്ചാൽ ഹേയ് നടക്കൂലട്ടോ. എന്ത് പഠിക്കാനൊക്കെ 2ാമത് എന്താ അറിയോ, വരും പ്രയാസമാണ്. കാരണം എന്താ അറിയോ, ഓള് കാണുന്ന ദാമ്പത്യ ജീവിതം ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ആണ്. വാപ്പ 11:15 വരും, വേറെ എവിടെയും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടങ്ങേറങ്ങൾ. ഇങ്ങനെ ഒരു കുടുംബജീവൻ നയിക്കുന്നിടത്തുനിന്ന് ഒരു കുട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വല്ല അർത്ഥമല്ല. നമ്മൾ വെറുതെ പറയണോ, കാശിക്കാണത്. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹറാമ് മക്കളുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും, ഞാൻ പറയാൻ കാരണം പരിപൂർണമായിട്ടില്ലാതാണ്, മക്കളുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും ഹറാമ് വായിക്കലും കേൾക്കലും കാണലും സംസാരിക്കലും ഒഴിവാക്കുക. 3ാമത്തത് 2 കാര്യം നമ്മൾ പാരത്രികമായത് പറഞ്ഞു. 3ാമത്തത് ഭൗതികമായ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ നിങ്ങളെ, ഒന്ന് നമ്മുടെ മക്കൾക്ക് ഇന്ന് ഒരുപാട് വാർത്ത കേൾക്കുന്നതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറച്ച് ജോലികളെങ്കിലും സഹങ്ങളെ നമ്മളെ മക്കളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണം. നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ദീന് കൊടുക്കാത്തത്. അതേ സ്നേഹക്കൂടുതൽ തന്നെയാണ് നമ്മുടെ മക്കളെ ഭാവിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് എത്തിക്കണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ വാക്ക് ഓർമ്മിക്കുന്നില്ല, ആശയം പറയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത്, ശരിക്ക് ഈ ആശയം മനസ്സിലുണ്ടാണ് കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടോ, ഞാൻ ഓന്റെ കൂടെ ഉണ്ടാകുന്നത് വരെ ഓ നല്ലല്ല, അങ്ങനല്ല. ഞാൻ നാളെ മരിച്ചാലും എൻ്റെ കുട്ടി ഇവിടെ ജീവിക്കണം. അതിനു വേണ്ടി നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ദീനിനോടൊപ്പം ദുനിയാവിന്റെ കുറച്ച് കാര്യം കൂടി എന്താ അറിയോ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഗതികൾ, ഞങ്ങളെ ചെറിയ ചെറിയ കർമ്മങ്ങളെങ്കിലും അവരെ കൊണ്ട് വീട്ടിലത്തെ ജോലികൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെയും കൂട്ടിയിട്ട് കഅബാലയം പണിയാൻ വേണ്ടി പോയി. ബാപ്പിയും മകനുമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ തടിമാടനൊന്നല്ല, ചെറിയ കുട്ടിയാണ്. വാപ്പയും മകനും കഅബാലയം പാറക്കല്ല് തുരന്ന് വാപ്പ കല്ല് പൊട്ടിച്ച് മകന്റെ കൈ കൊടുക്കുക, മകൻ കൊണ്ടുപോയി വെക്കുക. വാപ്പ ക്ഷീണിക്കുമ്പോൾ മകൻ കല്ല് പൊട്ടിക്കുക, എന്നിട്ട് അള്ളാഹിനോട് പടച്ചോനെ ഇത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താ അറിയോ, അവനാന്റെ കുട്ടികളെ കൊണ്ട് ചെറിയ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യിക്കണം. എനിക്ക് ഓർമ്മ എങ്ങനെ ഹോസ്റ്റലിൽ വന്നപ്പോഴേ, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പ്രയാസമാവും. നമ്മൾ സ്നേഹം കൊണ്ടാണ് ഒരു പണി ചെയ്യിപ്പിക്കാത്തത്, ജീവിക്കാൻ പ്രയാസം. ഹോസ്റ്റലിൽ വന്നിട്ട് 5 ദിവസം ഡ്രസ്സ് സാബൂൻ തേച്ചിട്ട് നേരെ അയലമത്തോരട്ട ഒരു 5 കുട്ടികളെ എനിക്കറിയാം. സാബു ഇങ്ങനെ തേച്ചിട്ട് കനോന് തിരുമ്പാൻ അറിയില്ല, അറിയില്ല, വാപ്പിയും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും പാടെ തിരുമ്പണം, ഓന് തിരുമ്പണല്ലോ, അല്ലെങ്കിൽ മാനം കേടുമല്ലോ. അതിന് ഓൻ ചെയ്യണം. ബാക്കിയുള്ളവരും കണ്ട് സാബു ഇങ്ങനെ തേച്ചിട്ട് ഒന്നും ചെയ്യാനല്ല, കൊണ്ടേ ഇട്ടു. ആ കുട്ടി അപമാനിതനാകാൻ കാരണം എന്താ അറിയോ, 10 കൊല്ലം ഒന്നും കൊടുത്തില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്തെന്നറിയോ, അതിൽ ഭയങ്കര സ്നേഹമാണ്. അല്ല ഏതുപോലെ അറിയോ, നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഒരു കുട്ടി ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിലും വിഡ്ഢികളായി പമ്പര വിഡ്ഢികളായിട്ട് ജീവിച്ചാലും 9ാം ക്ലാസ് വരെ അവൻ ജയിക്കും. അപ്പോൾ ഓനെന്താ ചെയ്തറിയോ, ഒരു കുട്ടി അവൻ പഠിച്ചില്ല. അപ്പം ഉമ്മ പറഞ്ഞു, ഓന് പഠിക്കാൻ താല്പര്യമൊന്നുമില്ല, ഓൻ അങ്ങനെ അക്ഷരം ബാക്കിയൊന്നുമില്ല. നമ്മൾ ഓൻ അങ്ങനെ വിട്ടു, പഠിപ്പിച്ചില്ല. 10ാം ക്ലാസ്സിൽ ഓൻ 8 കൊല്ലം ഇരുന്നാലും ഒരക്ഷരം ഓൻ എഴുതാൻ കിട്ടാത്തതുകൊണ്ട് ഓൻ തോൽക്കും, ജയിക്കൂല ഓൻ. അന്നോൻ പറയും, ഉമ്മ ബേസിക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിർബന്ധിച്ചിക്കണമെങ്കിൽ ഞാൻ ഇവിടെ പേരെങ്കിലും എഴുതിയിട്ട് രക്ഷപ്പെടൂലേ. 10ാം ക്ലാസ്സിൽ ഓൻ 10 കൊല്ലം ഇരുന്നാലും തോൽക്കും. എന്തേ കാരണം അറിയോ, 1 മുതൽ 9 വരെ അവന് ബുദ്ധിമുട്ടാകോലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്തറിയോ, പഠിപ്പിച്ചില്ല, വാപ്പ പഠിപ്പിച്ചില്ല. ഇത് തന്നെ നമ്മുടെ കാലേശം നമ്മുടെ മക്കൾക്ക് വരും. ഹോസ്റ്റലിൽ റൗദത്തുൽ അറബി കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യൂണിഫോം ഉണ്ടായിരുന്നു. പെൺകുട്ടികളിൽ ഭൂരിപക്ഷം കാണാം വന്നിട്ട് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ 2-3 മാസം മഫ്തങ്ങനെ മാറിനീന്റെ പേരിൽ ഒന്നും ചീത്ത. അപ്പൊ നമ്മളിങ്ങനെ എന്താ ഇപ്പൊ വലിയ മഫ്ത. അപ്പൊ നോക്കുമ്പോൾ അറിയോ, ആദ്യമായിട്ട് ഇസ്തിരിടാണ്. അപ്പൊ ഇസ്തിരിപ്പെട്ടി കിട്ടിയ ആവേശത്തിലാണ്, കറണ്ട് ചാർജ് ചെയ്താലും പൈസ കൊടുക്കണം. 6 ലക്ഷം ഇട്ടാണ്ട് ഒറ്റ വെപ്പ ഏമേ മഫ്തമ്മേ
6 ലക്ഷം ഇസ്തിരിപ്പെട്ടിന് വെച്ച് നോക്കണം. 2 ഭാഗം ഓട്ടയിട്ട് പിന്നെ ഓരോ മഫ്തിയും ഓരോ ദിവസത്തിനും ഓട്ടയാകാൻ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടറിയോ രക്ഷിതാക്കളെ? ഒരു തവണ പോലും ഒന്ന് അലക്കാനോ ഒന്ന് ചെറിയ ജോലിക്ക് പറഞ്ഞ ഒരു അങ്ങാടി. ഇസ്ലാമിൽ പ്രായപൂർത്തി വിവാഹത്തിൻ്റെ ഒക്കെ എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടതില്ല ഖുർആന്റെ വാക്കെന്തറിയോ? വലമ്മ ബലഗു ഹർറുഷ്ദ്, പക്വത എത്താൻ എന്താ? അങ്ങാടിക്ക് ഇട്ടിട്ട് 1 കിലോ കുമ്പളങ്ങ 1 കിലോ മത്തം കൊണ്ടുവരാൻ പറഞ്ഞാൽ രണ്ടും അറിയണം. നമ്മളെ കുട്ടിങ്ങനെ പോയിട്ട് പച്ചക്കറി പീടി പോയിട്ട് ഇങ്ങനെ വെക്കും, ഇതിലേതാ ഭാഗം ചോദിക്കും. നമ്മളെ കുട്ടീനോട് മോനെ ഒരു കൊട്ടത്തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു, ഓൻ ഒരു കൊട്ടത്തേങ്ങ കൊണ്ട് ഇങ്ങനെ വരും. ഓൻ ഒരു കൊട്ടത്തേങ്ങ ഓൻ അറിയില്ല. ജീവിതത്തിൽ അറിയില്ല. സ്വങ്ങളെ അറിയാതെ വളർന്നുകൊണ്ട് എന്താ ജീവിതത്തിൽ പറ്റിയറിയോ? സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ നമ്മുടെ മക്കൾക്ക് വന്നു. നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. എത്ര മക്കളറിയോ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം, ഒരു ചെറിയ പ്രശ്നങ്ങൾ കൂടി. നമ്മളെ നാട്ടില് പെൺകുട്ടികൾക്ക് ഭയങ്കര പണിയാണ്. പെൺകുട്ടികൾക്ക് ആകെ 2 പണിയാണ് ഒരു ചെയ്യുക. ഒന്നെന്താ അറിയോ? തക്കാളി വട്ടത്തിൽ മുറിക്കുക, പച്ചമുളക് നീളത്തിൽ കീറുക. കുഴങ്ങി വലിച്ചു 2 തക്കാളി വട്ടം നിൽക്കുക, നീളത്തിൽ പച്ചമുളക് കീറുക, കഴിഞ്ഞു, തീരുമാനമായി. കുഴങ്ങിയിട്ട് പിന്നെ ഉമ്മാര് പറയും ഓള് ഡോക്ടറിന് പഠിക്കുകയാണെങ്കിൽ ഓള് ഞരമ്പ് പിടിക്കേണ്ട കൈയാണ്, അതുകൊണ്ട് തഴമ്പാകാൻ പാടില്ല, അതുകൊണ്ട് ഒരു പണിയില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്താ അറിയോ? ഭവിഷ്യത്ത് പറഞ്ഞുതരാ, ഞാനത് പറയാനാണ്. കല്യാണം കഴിഞ്ഞ് ഉമർലാന്ന് പറഞ്ഞ വാക്ക് ഓർമ്മ കേട്ടോ, നമ്മുടെ കാലം കഴിഞ്ഞിട്ട് ഓൾ ജീവിക്കണം. കല്യാണം കഴിഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ ദാമ്പത്യ ജീവിതം നമ്മുടെ മക്കൾ തകരാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? ആ വീട്ടിൽ ജീവിക്കാൻ നമ്മുടെ പെൺകുട്ടിയാക്കും ആൺകുട്ടിയാക്കും കഴിയണില്ല. എൻ്റെ വീട്ടിൽ ഒരു ദിവസം സുബഹിന്റെ സമയത്തുണ്ട് ജീപ്പ് വന്ന് നിർത്തി. ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ സുബഹിക്ക് പള്ളി നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞു വരികയാണ്. വന്നിട്ട് പറഞ്ഞു ഷാഹിദിനെ കാണണം. അപ്പൊ ഞാൻ അങ്ങനെ എന്ത് ചോദിച്ചു? അല്ല ഒരു ചെറിയൊരു കുടുംബം, അപ്പം ഒരു കുടുംബം ഒന്നായിട്ട് ഇറങ്ങുന്നുണ്ട്, ചെറിയൊരു കുടുംബ പ്രശ്നം. ഞാൻ പറഞ്ഞു വാപ്പണ്ട് പറഞ്ഞ പറ്റില്ല, നിങ്ങൾ തന്നെ വേണം. നമുക്ക് ബേജാറായി. കാരണം എന്താണ്? വാപ്പണ്ടായിട്ട് നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മൾ ഇടപെട്ടെന്തോ. അപ്പം പറഞ്ഞു ഇത് നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുത്തതാണ് ത്വലാഖിന്റെ പക്കം. അപ്പം നമുക്ക് റാഹത്തായി, കാരണം മിക്കവാറും അങ്ങനെ തന്നെ ഉണ്ടാവില്ല, നമ്മൾ നടത്തി നോക്കെ. പിന്നെ അതൊരു പുതുമുള്ള സംഗതിയല്ല. അപ്പോൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ചോദിച്ചു. അതിൽ പറഞ്ഞതാണ്, ആ പറഞ്ഞത് പറയാണ്. മോലെ ഒരു പ്രശ്നോള് മരോളെ പറ്റിയിട്ടാണ്. അവൾ ഒരു കുറ്റവും ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടല്ല, ഞങ്ങൾ അടിച്ചിട്ടില്ല, ഒന്നുമല്ല, പക്ഷെ കഴിയില്ല. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എന്താണ്? രാവിലെ അവൾ എഴുന്നേൽക്കും, സുബഹിസ്കരിച്ചിട്ട് കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ഓൾ ഉറങ്ങും. സാധുവാണ്, കാരണം പെരീന്ന് ശീലിച്ചതാണ്. സാധുവാണ്, കാരണം അവള് രാത്രി ഉള്ളു ഉറങ്ങിൻ്റെ ക്ഷീണം ഉണ്ടാവും, അപ്പോൾ വിശ്രമിക്കണമല്ലോ. അപ്പോൾ സുബഹിക്ക് ശേഷം പിന്നെ കുറച്ചു നേരം ഉറങ്ങണം, എന്നാൽ റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ കുറച്ചു നേരം ഉറങ്ങും. 8:15 എഴുന്നേൽക്കും. എന്തിനാ മൗലവി എഴുന്നേൽക്കണ അറിയോ? 9:30 ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് 8:15 എഴുന്നേൽക്കണേ. ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത ഞാന് അവളുടെ മുമ്പ് വന്നിട്ടുള്ള മരുമക്കള്, ഞങ്ങൾ പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് അവൾ വന്നിരിക്കും, ഭക്ഷണം കഴിക്കും. ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ അവൾ അതിൽ നിന്ന് എടുത്തിട്ട് അവൾക്ക് കോളേജ് കൊണ്ടുപോകാൻ അവൾ എടുക്കും. അതിൽ ബാപ്പ കഴിച്ചിക്കണോ ഉമ്മ കഴിച്ചിക്കണോ, 10 എണ്ണാണെങ്കിൽ ഇപ്പം ഒരു 5 കോടിയുടെ പീസാണെങ്കിൽ ആരെങ്കിലും കഴിച്ചിക്കണോ ബാപ്പ ഒന്നും നോക്കില്ല. അവൾക്ക് കഴിച്ചതിന്റെ ബാക്കി അവൾ 2 or 3 പാത്രത്തിലാക്കിയിട്ട് അവൾ കോളേജിലേക്ക് പോകും. കോളേജ് 4-5 മണി കഴിഞ്ഞിട്ടോള് വരും. പഠിച്ചത് അതുവരെ അവിടെ ഇരുന്നതിന്റെ ക്ഷീണം പറഞ്ഞിട്ട് മഗ്‌രിബിന്റെ മുന്നേ ഒന്നുകൂടി ഉറങ്ങും. മഗ്‌രിബിന് ശേഷം വായിക്കാണ്ടെന്ന് പറയും, വായിക്കും. 8:30 എൻ്റെ മകൻ ഭർത്താവ് വരും. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ വായനല്ല, പിന്നെ ഫേസ്ബുക്കും വാട്സപ്പിൽ നോക്കിയിരിക്കും. 9:30 ഞങ്ങൾ ഭക്ഷണം വിളമ്പിയതിലേക്ക് ഓള് വരും. അങ്ങനെ ഒരു മരോളെ ഞങ്ങൾക്ക് വേണ്ട. ഉമ്മാരെ, ആ കുട്ടിനെ അങ്ങനെ ആക്കിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രക്ഷിതാക്കൾ മുജാഹിദീങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ കുട്ടി ആരാ പ്രാഗറിയോ? ആ കുട്ടിയോട് സംസാരിച്ച് കുട്ടി പറഞ്ഞ വാക്കെന്താ പറയുക? കുട്ടി ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിലും പറയാണ്. കുട്ടി പറഞ്ഞു, മൗലവി ഞാൻ 2 പണി ചെയ്യുമ്പോൾ 1 മണിക്കൂർ പണിയെടുക്കുമ്പോൾ ഞാൻ ക്ഷീണിക്കണം. എന്താ ക്ഷീണിക്കാൻ കാരണം അറിയന്മാരെ? എന്താ അറിയോ? സ്നേഹിച്ചിട്ടാണ് വരിഞ്ഞു മുറുക്കി. ഒരു പണിയും ദുനിയാവിൽ ഇങ്ങനല്ല. ചില ആണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ വേഗം കൊണ്ട് ഇങ്ങനെ വേക്കിൽ അടക്കണാണ്. ബസ്സത്തെ കണ്ടക്ടർ ആണ മാതിരി. ഓളാണ് മുന്നിൽ, മൂപ്പരാണ് ബാക്കിൽ. എന്ത് ഒന്നുമില്ല. വില്ലേജ് ഓഫീസിക്ക് ഓള് പോണ നല്ലത്, കറണ്ട് ഓഫീസിക്ക് ഓള് പോണ നല്ലത്. ഓള് പോണ നല്ലതല്ല, ഓനക്ക് പോകാൻ അറിയില്ല. അതന്നെ ബാപ്പ ഒരു സ്ഥലത്ത് കൊണ്ടല്ലേ എങ്ങനെ പോകും. ജമീല അങ്ങനല്ല കാട്ടണ്ടി, അതെ. മൈമൂന അങ്ങനല്ല കാട്ടണ്ടി, അതെ. കല്യാണത്തിന് എത്ര ആളെ വിളിക്കണ്ടി, അത് ആരാ തീരുമാനിക്കണ്ടി? ആണാ തീരുമാനിക്കണ്ടി. ഓരോട് അഭിപ്രായം വയ്ക്കണ്ടി. അതാ ദീൻ. അർരിജാല ഖവ്വാമുന അലൻ നിസാ എന്നാണ്. ഒരു വിഷയത്തിൽ ആധികാരികമായ ശബ്ദം ഒരു പുരുഷന്റെ ആണോ? എന്തുകൊണ്ട് അങ്ങനെ നടക്കണം അറിയോ? ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതത്തെ കുറിച്ചിട്ട് ബാപ്പിമ്മയും പരിശീലിപ്പിച്ചില്ല. ഞങ്ങളെ പരിശീലിപ്പിക്കാഞ്ഞാൽ ഇന്ന് കാണുന്ന
എൻ്റെ കുടുംബത്തിലുണ്ടായ സുഖങ്ങൾ. അതുകൊണ്ട് ഞാനൊരു വിഷയം തന്നെ കാരണം എൻ്റെ കുടുംബത്തിലുണ്ടായി. കുറച്ചകന്ന കുടുംബത്തിൽ ഡിഗ്രി അല്ല +2 പഠിക്കുന്ന കുട്ടി. അവൾക്ക് അധികമൊന്നും പാചകം ചെയ്യാൻ അറിയില്ല കേട്ടോ. പാചകം ചെയ്യാൻ വേണ്ടി വാപ്പ മോളെ ഒന്ന് ചെയ്യ്, എത്രയും ഉപ്പ് മുളക് കുറഞ്ഞോട്ടെ എന്നാലും ചെയ്യ് ബാപ്പ എന്നോട്. ഉമ്മല്ലേ ഉമ്മ ഞങ്ങളടുത്ത് വന്നിട്ട് എന്ത് കടുപ്പാണ് ആ വാപ്പ ഓളെ കൊണ്ട് കാട്ടണ്. ഓള് +2 കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ, സകലമാന പണിയും. ഉമ്മാക്ക് പരാതി, എന്ത് മോൾ അടുക്കളയിൽ കയറിയിട്ട് പണിയെടുക്കണ്. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടോ, ഡൈവേഴ്സിൻ്റെ ഒറ്റ കാരണമുള്ളൂ, വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റൂല, ആരും താമസിപ്പിക്കൂല. ഞാൻ ചില പെൺകുട്ടിയെ ക്ലാസ് എടുത്തപ്പോൾ ഈ സംഗതി പറഞ്ഞിട്ടേ, അതുകൊണ്ട് നിങ്ങൾ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചോളി. മാഷ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്ത് വെച്ച് ഞാൻ അല്ലെങ്കിൽ വേലക്കാരിലെ പേരേക്ക് കെട്ടിപ്പോവുള്ളൂ എന്ന് തീരുമാനമായില്ലേ. അതാണ് ഓല വാപ്പ്. ഓല ഒരിക്കൽ പോലും ചിന്തിക്കണില്ല. എന്തറിയോ ഓല ധാരണ തരാം, നിങ്ങൾ ഓരിങ്ങനെ വരച്ചു കൊടുത്താണ് അല്ല കൊണ്ടുപോകുക എന്നാണ്. ഓരിങ്ങനെ വരച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ വേലക്കാരിലെ പേരേക്ക് പോവും, ഇങ്ങോട്ടോ ഇങ്ങോട്ട് 4-5 വേലക്കാരിയാവും, 5 ദിവസം കഴിയുമ്പോഴത്തേനോ 10 വേലക്കാരിയാവും. പിന്നെ എനിക്ക് ഫുള്ള് പഠിപ്പ്, ഇന്നെ കൊണ്ടുപോകാൻ ഭർത്താവിന് ഇന്നോവ കാർ കിട്ടും വിചാരിച്ചിരുന്നോളും. ദീനില്ലാത്തോണ്ടാണ്. അള്ളാഹു ഒരൊറ്റ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയാൽ വീട്ടിലെ സകല സംഗതി ചെയ്യേണ്ടി വരും. ഒരു കാര്യം, വീട്ടിൽ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടി സ്വങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എല്ലാത്തരം സന്തോഷങ്ങളും നമ്മുടെ മക്കളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. രക്ഷിതാക്കളെ ഭൗതികമായിട്ടാണ് പറയണത്, നമുക്കുള്ള പ്രയാസങ്ങൾ കൂടി കുറച്ച് നമ്മുടെ മക്കളോടൊന്ന് പറയണം. വീണ്ടും പറയുന്നു, പറയാതിരിക്കൽ സ്നേഹക്കൂടുതലാണെന്ന് വിചാരിക്കൽ വിഡ്ഢിത്തമാണ് സ്വങ്ങളെ. നമ്മുടെ കുട്ടിയാക്ക് നമ്മുടെ പ്രശ്നം അറിയില്ല. പച്ച പട്ടിണി കിടക്കുമ്പോഴും മക്കൾ വന്നിട്ട് ചുരിദാർ വയ്ക്കാൻ കാരണം എന്തറിയോ, കടം വാങ്ങിയിട്ടാണ് ചില സംഗതികൾ നമ്മൾ വീട്ടിട്ട് ഇങ്ങനെ വരുമ്പം കാണാം ഉമ്മ ചുരിദാറാണ്. മോളെ ബാപ്പാൻ്റെ ഒക്കെ അല്ല മിണ്ടൂല. എന്താ അറിയോ, നമ്മൾ ഏതായാലും പട്ടിണി കിടന്നിട്ടാണ് ജീവിച്ച്, ഇനി ഓലും കൂടി അറിയണ്ട സഹോദരങ്ങൾ. അല്ല പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നത്. സഹാബാക്കൾ മക്കളെ കുറച്ച് കഴിയട്ടെ, ഇപ്പം ബാപ്പാക്ക് കഴിയില്ല. നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താ അറിയോ, ഉമ്രക്ക് പോണ സമയത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാപ്പാനെ പരിചയപ്പെട്ടു. ആ വാപ്പ പറഞ്ഞു, മൗലവി എനിക്ക് 3200 റിയാൽ സാലറി ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് ഈ ഹോളോ ബ്രിക്സൊക്കെ വഹിക്കലും അതോടൊപ്പം ചില സൈറ്റിൻ്റെ ഓൾ ഇൻ ഓൾ ഉണ്ടല്ലോ, രണ്ടും കൂടി ആയതുകൊണ്ടാണ് 3200 റിയാൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. പക്ഷെ ഞാൻ പൊരി വെയിലത്താ പണിയെടുക്കണത്. ഞാൻ 25,000 റുപ്യ ഞാൻ എൻ്റെ കുടുംബത്തേക്ക് മാസം അയക്കും. അദ്ദേഹത്തിൻ്റെ പരാതി എന്താ അറിയും, 20ാമത്തെ ദിവസം എൻ്റെ ഭാര്യ വിളിക്കുമ്പോൾ ചോദിക്കും കുറച്ചും കൂടി പൈസ അയക്കുമോ. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് പറയണ വാക്കെന്തറിയോ, ഞാൻ അവളോട് ചോദിക്കും 25,000 20 ദിവസം കൊണ്ട് എന്താ കാട്ടിയത്. ഓളിങ്ങോട്ട് ചൂടാക്കാൻ പോലെ, പിന്നെ കല്യാണല്ലേ, എല്ലാ കല്യാണത്തിനും ഒരു ഡ്രസ്സ് കുട്ടിയാക്കി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? വിരുന്നിറക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവരെ പോലെ പോകാൻ പറ്റുമോ? എന്നിട്ട് എൻ്റെ ഭാര്യയാണ്, ഗൾഫാൻ്റെ ഭാര്യയാണ് തെളിയിക്കാൻ ആ നാട്ടിൽ ഏറ്റവും നല്ല ബേക്കറിൽ ഏറ്റവും നല്ല സാധനം എടുത്ത് പോകുക. മക്കൾക്ക് ഈ കല്യാണത്തിനിട്ട് അടുത്ത കല്യാണത്തിന് പറ്റൂല. കാരണം എന്താണ്, അങ്ങനെ ആക്കി 20 ദിവസം കൊണ്ട് 25,000 തീർത്തിട്ട് എന്നോട് ചോദിക്കാൻ പോലെ ഇങ്ങോട്ട് ചോദിക്കാണ് നിങ്ങൾക്ക് എന്താ അയച്ചാല്. ഞാൻ അവസാനം എൻ്റെ അറബിനോട് പറഞ്ഞിട്ട് 2 വിസ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയാളും ഭാര്യ ഒരാൾ ഞാൻ എടുക്കാം, എനിക്ക് അത്രേ കഴിയുള്ളൂ, ബാക്കിയുള്ള നിങ്ങൾ എടുക്കുമോ? കാരുണ്യവഹനായ അയാള് 2 മാസം ഇതേപോലെ 2 മാസം വെക്കേഷൻ 1 മാസം എൻ്റെ ഭാര്യയും കുട്ടിയാളെയും ഗൾഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. അവർ വന്നു, സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പണിക്ക് പോയി തുടങ്ങി. ഹോളോ ബ്രിസിന്റെ കട്ടയേറ്റിട്ട് ഞാൻ വീട്ടിൽ വരാൻ തുടങ്ങി. 4 ദിവസം കഴിയപ്പോഴേക്കും എൻ്റെ കയ്യിൻ്റെ ഉൾഭാഗം പൊട്ടിത്തുടങ്ങി. എൻ്റെ ഭാര്യ ആദ്യമായിട്ട് കണ്ടു, എൻ്റെ മക്കളും. കാരണം ഞാൻ ഗൾഫ് പോണിൻ്റെ 10 ദിവസം മുന്നേ പണി നിർത്തിയിട്ട് ലോഷം തേച്ചിട്ട് കാണിക്കാതെക്കാനാണ് ഞാൻ വീട്ടിൽ പോല്. പറയാൻ ആദ്യമായിട്ട് എൻ്റെ കൈ ഭാഗം പൊട്ടിന കണ്ടു. 15ാമത്തെ ദിവസമായപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടാണ് ഈ ഭാഗം പൊട്ടി. ഐസിന്റെ ക്യൂബ് സഞ്ചിയിലാക്കിയിട്ട് എൻ്റെ ഭാര്യ ഈ ഭാഗത്തും കയ്യിൻ്റെ ഈ ഭാഗത്തും ഇങ്ങനെ വെക്കുമ്പോൾ കണ്ണിന്ന് കണ്ണീര് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കളൊരു അക്ഷരം പറഞ്ഞില്ല. 30 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയി. ഇന്ന് വരെ പിന്നെ മൗലവി എൻ്റെ ഭാര്യ രണ്ടാമതിനോടൊരു പൈസ ചോദിച്ചിട്ടില്ല. രക്ഷിതാക്കളെ നമ്മളെ മക്കൾക്ക് അറിയണം, എന്തറിയോ, നമുക്കുള്ള സന്തോഷവും സന്താപവും ഒന്നായിട്ട് പ്രാരാധം പറഞ്ഞല്ല. പക്ഷേ ബാപ്പാനോട് ഈ സമയത്ത് ചോദിക്കാൻ പാടില്ല. എൻ്റെ സ്കൂളിൽ 30 റുപ്യ ഫീസ്, കമ്പ്യൂട്ടറിൻ്റെ ഫീസ് ഓരോ മാസം കൊണ്ടുവരണം, അങ്ങനെ ഒരു നിശ്ചിത കണക്കാണ്. അപ്പം കൊണ്ടുവരാത്ത കുട്ടികളെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു നാളെ കൊണ്ടുവരുന്നുള്ള ഇരുന്നോളിന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളും ഇരുന്നു. ഒരു കുട്ടി എഴുന്നേറ്റുന്നു, ഇരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കഴിയില്ല. എന്താ മോനെ? എൻ്റെ വാപ്പ ലോഡിങ്ങിന് പണിയായിരുന്നു, കല്ല് ദേഹത്തിലൂടെ നട്ടെല്ല് പൊട്ടിയിട്ടുണ്ട്, കിടക്കാണ്, 2 ആഴ്ചയായി. ഡോക്ടർ പറഞ്ഞത് 6 മാസമെങ്കിലും അങ്ങനെ കിടക്കണം. വാപ്പാൻ്റെ 2 ഗുളിക, ഇവിടെ ഗുളികൻ്റെ പേര് പറഞ്ഞു
2 ഗുളികൻ്റെ പൈസ മൗലവി മാഷേ 30 ഉറുപ്പ്യ എന്നെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ അതുണ്ടാക്കാൻ തന്നെ പ്രയാസപ്പെടുകയാണ്. ഞാൻ മാരോടും ബാപ്പനോട് ചോദിക്കണം, നമ്മൾ കുടിക്കുക, നമ്മളെ ആശുപത്രി കൊണ്ടുപോയി നമ്മളെ മക്കളോട് ചോദിക്കുകയും കുറ്റല്ല കേട്ടോ, ബാപ്പാൻ എന്തിനാ കൊണ്ടുപോയത് ചോദിച്ചോണ്ടി അറിയില്ല നമ്മളെ കുട്ടികൾക്ക്. എന്താ രസങ്ങളെ, 1 ദിവസം 2 ദിവസം ആശുപത്രിയിൽ നിന്ന് നിൽക്കാൻ പറഞ്ഞോണ്ടി കഴിയില്ല. IPL നടക്കണം അന്ന് നിങ്ങളോടൊന്ന് ഒരിടന്ന് നിൽക്കാൻ പറഞ്ഞോണ്ടി നിൽക്കൂലോന്. എന്തുകൊണ്ടറിയോ? കുറ്റല്ല, നമ്മളെ സന്തോഷങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കരുതുക സ്നേഹം ഉണ്ടാവില്ല. ബാപ്പാൻ്റെ ഇമ്പാൻ്റെ കുറച്ചൊരു പ്രയാസങ്ങളെങ്കിലും നിങ്ങൾ അറിയണം. അറിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുക. ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണർത്തിയിട്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ. എൻ്റെ വീടിൻ്റെ 150 മീറ്റർ മുകളിൽ, എൻ്റെ ക്ലാസ്സിൽ അവസാനത്താട്ടോ, 150 മീറ്റർ മുകളിൽ ഒരു ഭാര്യ ഭർത്താവിന് 26 വയസ്സ്, ഭാര്യയ്ക്ക് 19 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. 2 പേരും കുഴപ്പമില്ല, നല്ല ജീവിതമാണ്. ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നും മഗ്‌രിബിന് ശേഷം മത്സ്യം വാങ്ങിയിട്ട് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും, വീണ്ടും ട്രിപ്പിന് പോവും. എന്നിട്ട് ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേക്കും വണ്ടി ആൾട്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഒരു ദിവസം കുറച്ച് കുറച്ച് ദൂരത്തേക്ക് അദ്ദേഹത്തിന് ട്രിപ്പ് കിട്ടി. അദ്ദേഹം അത് പോയി വന്നതിന് ശേഷം 9:30 അദ്ദേഹം അവസാനം കട പൂട്ടിയിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ മത്സ്യം ഒന്നായിട്ട് വെക്കല്, 1 കിലോ മത്തി വാങ്ങിയിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു. ഭാര്യൻ്റെ കൈ കൊടുത്തു. ഭാര്യ എന്നിട്ടു, ഇത് ഞാനിന്ന് വെക്കൂലാർ. ഉറക്കെ പറയാൻ പാടില്ല കേട്ടോ, പറഞ്ഞു. അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഷർട്ട് മാറ്റി, കത്തി ശരിയാക്കി, മത്സ്യം പാത്രത്തിലേക്കിട്ട് വെള്ളം വാരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ചെളുക്കയും മത്തി വൃത്തിയാക്കി ശരിയാക്കിയിട്ട് കൊണ്ടുപോയി 10-15 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കിയിട്ട് ഡ്രസ്സൊന്നും കൂടി എന്ന് പറഞ്ഞാൽ ഇട്ടതൊന്ന് കയ്യും ഇതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് അദ്ദേഹം പോയി. ഇത് കണ്ട ഭാര്യ മണ്ണെണ്ണൻ്റെ ടിന്നിങ്ങനെ തുറന്നു, സ്വന്തം ദേഹത്തിലൂടെ ഇങ്ങനെ ഒഴിച്ചു, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിട്ട് ആത്മഹത്യ ചെയ്തു. ഞാൻ എൻ്റെ ഉമ്മാരോട് ചോദിക്കട്ടെ, ഉമ്മാരെ എന്തിനാണ് ആ പെണ്ണ് ആത്മഹത്യ ചെയ്ത്? എൻ്റെ വിഷയത്തിൻ്റെ അവസാനം എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്? എന്തുകൊണ്ടറിയോ? ആ പെൺകുട്ടി 4 ആങ്ങളമാരെ ഏക പെൺകുട്ടിയാണ്, പെങ്ങളെന്ന്. അവളെ ആങ്ങളമാര് ഇക്കാക്ക ചുരിദാർ എന്നാ, അടുത്ത കല്യാണത്തിന് ഇക്കാക്ക ചുരിദാർ എന്നാ. കാരണം 4 ആങ്ങളമാരുണ്ടാകുമ്പോൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? അതാണല്ലോ. ബാപ്പ ടാബ് എന്നാ, ബാപ്പ ടാബിന്റെ ബാക്ക് പൊട്ടി, മൊബൈൽ ഫോണ്. ബാപ്പ ടൂറ്, എല്ലാം ചോദിച്ചത് മുഴുവൻ മക്ക കൊടുത്തു. അതാണ് സ്നേഹം എന്ന് വിചാരിച്ചു. ഒരൊറ്റ സ്ഥലത്ത് പോലും തരൂല എന്ന് പറഞ്ഞില്ല, ഇപ്പൊ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞില്ല, കുറച്ച് ഡേഞ്ചർ ഒന്നും പറഞ്ഞില്ല. കാരണം അതുകൊണ്ട് സ്നേഹം നിന്നു പോകുന്നു വിചാരിച്ചു. അവൾ എവിടെയും തോറ്റില്ല. ചോദിച്ചത് മുഴുവൻ, ആഗ്രഹിച്ചത് മുഴുവൻ ജീവിതത്തിൽ കിട്ടി. പരീക്ഷയ്ക്കൊരു പേപ്പർ തോറ്റപ്പോ പോലും ഈ പോക്ക് പോയാൽ ചീത്തല്ല. കാരണം ചീത്ത പറഞ്ഞാൽ ഓൾക്ക് വിഷമിച്ചോ? തോറ്റില്ല, വിഷമിച്ചില്ല. ഭർത്താവിന്റെ മുന്നിൽ ജീവിച്ച 6 മാസം, 6ാമത്തെ മാസം ഭർത്താവ് മത്സ്യമായിട്ട് വന്നു. ഇത് ഞാൻ വെക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മനസ്സിൽ 2 ഉദ്ദേശമായിരിക്കാം. എന്താ അറിയോ? ഒന്ന്, 9:30 മത്സ്യം വന്ന് ഞാൻ വെക്കൂല എന്ന് പറയുമ്പം ഇന്ന് തൽക്കാലം അദ്ദേഹം മത്സ്യം കൂട്ടിയിട്ട് ചോറ് തിന്നണ്ട അവൾ വിചാരിച്ചു. 2, ഇനി അതെന്തിനാണെന്നറിയോ? ഇനി 9:30 മത്സ്യം കൊണ്ട് വന്നാൽ ഇതെന്നേക്കാരെന്നും ഉണ്ടാകുക, പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അയാൾ മീൻ ശരിയാക്കി, അവളുടെ ഉദ്ദേശം നടന്നില്ല, ഓള് തോറ്റു. ഓൾ ആദ്യമായിട്ട് തോറ്റു. ആ തോൽവി ഓൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അവൾ ആത്മഹത്യ ചെയ്തു. ഇത് നമ്മളെ മക്കൾക്ക് വരും കേട്ടോ, നമ്മളെ മക്കൾക്ക്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് വണ്ടൂര്. എൻ്റെ വീടിന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. വണ്ടൂര് ഉമ്മ ചീത്തറിൻ്റെ പേരിൽ തൂങ്ങിയാണ് മരിച്ചത്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. എന്തുകൊണ്ടറിയോ നിങ്ങളെ? സ്നേഹം എന്ന് പറഞ്ഞാൽ ചോദിക്കണ മുഴുവൻ കൊടുക്കലല്ല, അല്ല, ആവശ്യമുള്ള കൊടുക്കുക. ചില പ്രയാസങ്ങൾ പറയേണ്ടത് പറയാം. അവർക്കേ സ്നേഹം ഉണ്ടാവുള്ളൂ, അവർക്ക് നമ്മളെ വീടറിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളും നമ്മുടെ യുവാക്കളും ഒക്കെ നല്ലവരാകാൻ ഇതുപോലെയുള്ള മഹല്ല് സംഗമത്തിൽ അവരെയും കൂട്ടിക്കൊണ്ടുവരിക, ദീന് കേൾപ്പിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, വെക്കേഷൻ ക്ലാസ്സുകൾക്ക് പറഞ്ഞു പഠിച്ചു കൊടുക്കുക. ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നിടത്ത് മുഴുവൻ MSM പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ അവരെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുക. എന്നിട്ടെന്താ അറിയോ? നല്ല മക്കളുടെ കൂട്ടത്തിൽ അവരെ വിടുക, എല്ലാ നിലയിൽ നല്ലവരാക്കിയിട്ട് അവനാൻ്റെ വീട്ടിൽ ഇസ്ലാമികമായ സംസ്കാരം കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും കരുണാവാരിധിയായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പായിത്തരമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയും നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിൽ ദീനിയായ അന്തരീക്ഷം നിലനിർത്തുവാൻ ആവശ്യമായ തഖ്വയും ഈമാനും നാഥ
നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ വളർത്തലുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥ ഞങ്ങൾക്കിത് പുറത്തു തരണമേ റഹ്മാനെ. നിൻ്റെ അനുഗ്രഹീതമായ മഴയും നിൻ്റെ അനുഗ്രഹീതമായ ജലവും നീ സമ്മാനമായി നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ് നീ തടഞ്ഞു നിർത്തുന്നതെങ്കിൽ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും നിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വർഷിപ്പിച്ച് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. ഈ ഒരു ക്യാമ്പിന് വേണ്ടി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി അധ്വാനിച്ച മുഴുവൻ ആളുകൾക്കും നാഥ നീ സ്വർഗം നൽകുകയും ഇതിനുവേണ്ടി സന്നിഹിതരായ മുഴുവൻ ആളുകളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ റഹ്മാനെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മുഴുവൻ അംഗങ്ങൾക്കിടയിലും ആദർശപരമായ ഐക്യവും മാനസികമായ ഐക്യവും നിലനിർത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തോടെ ആദർശത്തിൻ്റെ ഒരുമയിൽ ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ആദർശത്തിന് വേണ്ടി പോരാടാനുള്ള ഈമാനും ഐക്യവും നാഥ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.